ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിന്റെ 8-ാം അധ്യായം എന്ന് പറയുന്ന ദേവിയുടെ സഗുണ സ്വരൂപത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ സർവമന്ത്ര സ്വരൂപിണി എന്ന് പറയുന്ന നാമത്തിലാണ് നിർത്തിയത്. അടുത്ത നാമം മുതൽ 205-ാമത്തെ നാമം മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ദേവിയുടെ സഗുണ സ്വരൂപം നമ്മളറിയാം. ഗുണങ്ങളോടുകൂടിയ ദേവി ത്രിഗുണാത്മികയാണെന്ന് കണ്ടു. ദേവിക്ക് 4-ാമത്തെ ഗുണമായിരിക്കുന്ന തുര്യയാണ്. അമ്മ നിഷ്കളയാണ്. നമ്മുടെ ഒരു പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി അമ്മ ത്രിഗുണാത്മികയായിട്ട് ത്രിഗുണത്തെ ധരിച്ചുകൊണ്ട് ദേവി ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അപ്പൊ അടുത്ത നാമം സർവ യന്ത്രാത്മിക, സർവ യന്ത്ര ആത്മിക, സർവ ജാമതീയ രൂപങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നവൾ. ജാമതീയം ജോമെട്രിക്കൽ ഫോം. യന്ത്രം എന്ന് പറഞ്ഞാല് എന്തിന്റെയും ഒരു ജോമെട്രിക്കൽ ഫോമിനെയാണ് നമ്മൾ യന്ത്രം എന്ന് പറയുന്നത്. സർവതന്ത്ര രൂപ, യന്ത്രം മന്ത്രം തന്ത്രം ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പൊ സർവതന്ത്ര രൂപ, തന്ത്രഗ്രന്ഥങ്ങളിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള രൂപമാർന്നവൾ. സർവതന്ത്രശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ വിഭിന്ന രൂപങ്ങൾ തന്നെയാണ്. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന രൂപങ്ങളെല്ലാം തന്നെ തന്ത്രരൂപങ്ങളാണെന്ന് നമുക്ക് പറയാം. മനോന്മനി, മന പ്ലസ് ഉന്മനി, മനസ്സിനെ ഉയർത്തുന്നവൾ. അപ്പൊ മനസ്സിനെ ഉയർത്തി അറിവിന്റെ മഹാമേഖലകളിൽ എത്തിക്കുന്നവൾ. ഉന്മനത എന്ന് പറഞ്ഞാല് ധ്യാനം പുരോഗമിക്കുമ്പോഴുള്ള ദിവ്യ അനുഭവങ്ങളാണ്. അപ്പോ നമ്മളെ ദേവി ഇങ്ങനെ എന്താ പറയാ, സർവേശ്വരി, സർവമയി, സർവമന്ത്ര സ്വരൂപിണി, എല്ലാം സർവം ചേർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സർവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും, ഒന്നില്ല പ്രത്യേകമായിട്ട് പറയാതെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവൾ. അപ്പൊ അടുത്തത് എന്താ? എല്ലാ മന്ത്രങ്ങളും അമ്മയാണെന്ന് കണ്ടു. ഇനി അടുത്ത എല്ലാ യന്ത്രങ്ങളും അമ്മയാണ്. എല്ലാ യന്ത്രങ്ങളുടെ സ്വരൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ നമുക്ക് പറയാം, ഘടാർഗളാദിയായിട്ട് യന്ത്രങ്ങൾ പല വകയായിട്ടുണ്ട്. ശക്തികളെ രേഖാചിത്ര രൂപത്തില് മന്ത്രാക്ഷരങ്ങളോടെയോ അല്ലാതെയോ ആലേഖനം ചെയ്യുന്നതാണ് യന്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തെ ആകെ പ്രതിനിധാനം ചെയ്യുന്നത് തൊട്ട് പൂജാചക്രം, പത്മചക്രം, അമൃതഘടം, മേരുലിംഗം തുടങ്ങി മന്ത്രശാസ്ത്ര പ്രസിദ്ധങ്ങളായിരിക്കുന്ന യന്ത്രങ്ങൾ, അത് പലതരത്തിലുള്ള എല്ലാ യന്ത്രങ്ങളും ദേവിയുടെ രൂപങ്ങൾ തന്നെയാണ്. സർവ യന്ത്രാത്മിക എന്ന് പറയുന്ന നാമം കൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്ത്രരൂപ എന്ന് പറഞ്ഞാലോ, ദേവിയെ മന്ത്രരൂപിണിയായിട്ടും സർവ യന്ത്രങ്ങളുടെ അതിദേവതയായിട്ടാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ. അതുപോലെ തന്നെ സർവ തന്ത്രങ്ങളും ദേവി രൂപമാണെന്ന് ഈ നാമം പറയുന്നുണ്ട്. ഇപ്പൊ വാമകേശ്വരാദി തന്ത്രങ്ങളിലും കുലാർണവം, ജ്ഞാനാർണവം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും വിവരിക്കുന്ന തന്ത്രങ്ങളെയും കാമികാദി തന്ത്രങ്ങളെയും തന്ത്രശബ്ദം കുറിക്കുന്നുണ്ട്. ഇപ്പൊ കാമികാദി തന്ത്രങ്ങള് ദേവിയുടെ അവയവങ്ങളാണെന്ന് കാമികാ തന്ത്രത്തിൽ പറയുന്നുണ്ട്. ഓരോ തന്ത്രത്തെയും ആ ദേവിയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് വിവരിക്കുന്നത് കൊണ്ട് ദേവി സർവതന്ത്ര രൂപയാണെന്നും പറയുന്നു. ഈ നാമങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. വ്യാവഹാരിക സംസ്കൃത ഭാഷയിലെ തന്ത്രം എന്നുള്ള പദത്തിന് പൂജാവിധികളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം എന്ന് പറയാം. മന്ത്രങ്ങളുടെ വിഭാഗം, പ്രധാന കർമ്മം, ഉപായം, രക്ഷോപായം, കുടുംബ സംരക്ഷണം തുടങ്ങി ഒട്ടേറെ അർത്ഥങ്ങൾ ഇതിനെടുക്കാം. അവയില് സന്ദർഭത്തിന് ചേരുന്ന ഏതാനും അർത്ഥങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഈ അർത്ഥങ്ങളിലെല്ലാം തന്നെ ദേവിയുടെ സർവതന്ത്രമയമായ രൂപം വ്യാഖ്യാനിക്കാവുന്നതാണ്. എങ്കിലും പൂജാകാര്യമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളാണ് കൂടുതൽ യുക്തമായിട്ട് കാണുന്നത്. ഇപ്പൊ ഏത് വിധി പ്രകാരമുള്ള ആരാധനയും ദേവീപരം തന്നെയാണെന്ന് തന്ത്രങ്ങൾക്ക് സമ്പ്രദായ ഭേദമേ ഉള്ളൂ. എല്ലാം ദേവി സമ്പ്രദായ വിധി തന്നെയാണ്, ദേവി പൂജാ വിധികൾ തന്നെയാണ്. അപ്പൊ ക്ഷേത്രത്തിൽ നടക്കുന്ന തന്ത്ര ശാസ്ത്രപ്രകാരവും വൈദികമായിട്ടുള്ള കൂടിച്ചേർന്ന ആരാധനയാണ് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ നടക്കുന്നത്. അപ്പൊ അടുത്ത നാമമായിരിക്കുന്ന മനോന്മനി എന്നുള്ള പദത്തിന് ശാസ്ത്രഭേദം അനുസരിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. മനോന്മനൻ എന്ന് പറയുന്ന ശിവന്റെ ഒരു രൂപം, മനോന്മനായിരിക്കുന്ന ശിവന്റെ ശക്തി മനോന്മനി. യോഗശാസ്ത്രത്തിന്റെ അഭ്യാസത്തില് ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന അനുഭൂതിക്ക് നമ്മൾ ഉന്മനീ ഭാവം എന്ന് പറയും. കാരണം ഇപ്പൊ നമ്മള് ഈ അനുഭവം യോഗശാസ്ത്ര പ്രകാരമുള്ള അഭ്യാസം കൂടാതെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടോ ദേവി പ്രസാദം കൊണ്ടോ ഉണ്ടാകാമെന്നും അഭിപ്രായമുണ്ട്. സൂക്ഷ്മമായ ഒരു നാദം കേൾക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ അത് ഗുരുമുഖത്ത് നിന്ന് ഗ്രഹിക്കേണ്ടതാണ്. അപ്പൊ ത്രിപുര ഉപനിഷത്തില് ആ ഒരു എന്താ പറയാ, നിരസ്ത വിഷയാം സംഘം സംനിരുദ്ധം മനോഹൃതി യഥാ
യത്തുന്മനീഭാവം തഥാ പരമം പദം. വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തമായ മനസ്സ് ഹൃദയത്തിൽ ഉറയ്ക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഉന്മനി എന്ന് പറയുന്നത്. ഉന്മനി എന്നുള്ള വാക്കിൽ നിന്നാണ് ഉന്മാദം എന്നുള്ള വാക്ക് വരുന്നത്. കാരണം ഉന്മനി എന്ന് പറയുന്നത് നമ്മുടെ നാദത്തിന്റെ പല തലങ്ങളിലുള്ള ഒരു അവസ്ഥയാണ്. മനസ്സിന്റെ ഉന്മനി ഭാവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് മനോന്മനി എന്ന് പറയണം. ഇപ്പൊ നേത്രേ യയോന്മേഷേ നിമിഷ മുക്തേ വായുർയയ വർജിത 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 രേജപൂര മനസ്സ സങ്കല്പ വികല്പ ശൂന്യം മനോന്മനി സാമയി സംനിധത്താം. അപ്പോൾ ഇത് നിമിഷോന്മേഷങ്ങളില്ലാതെ കണ്ണുകളെ നിശ്ചലമാക്കി രേചക പൂരകങ്ങളില്ലാതെ ശ്വാസത്തെ അടക്കി സങ്കല്പ വികല്പങ്ങളില്ലാതെ നിയന്ത്രിച്ചുള്ള യോഗമുദ്ര എന്ന് യോഗശാസ്ത്രം പറയുന്നു. ഇതിനെ മനോന്മിനി എന്ന് പറഞ്ഞാൽ ത്രിപുരോപനിഷത്ത് ഈ ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ ബാഹ്യ ബൃഹദാരണ്യക ഉപനിഷത്തില് ധ്യാനധ്യാതൃ ധ്യേയഭാവോ യഥോ പശ്യതി നിർഭരം തതോ ഉന്മനിത്വം ഭവതി ജ്ഞാനാമൃത നിഷേവണാത്. ഇപ്പൊ ധ്യാനധ്യാതൃ ധ്യേയങ്ങൾ, അതായത് ധ്യാനിക്കപ്പെടുന്ന ചൈതന്യവും ധ്യാനിക്കുന്ന ആളും ധ്യാനവും ഒന്നായി തീരുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനാമൃത അനുഭൂതിയാണ് ഉന്മനി ഭാവം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മനസ്സിന്റെ ഉന്മനി ഭാവത്തിന് കാരണമായതുകൊണ്ട് ദേവിക്ക് മനോന്മനി. ഇപ്പൊ വ്യാവഹാരികമായിരിക്കുന്ന അർത്ഥത്തില് ഉന്മനി ഭാവം എന്നതിന് ഉത്കൃഷ്ടമായ ജ്ഞാനയുക്തമായ ഭാവം എന്നും എടുക്കാം. അപ്പൊ മനസ്സിനെ ഉന്മയമാക്കി തീർക്കുന്നവൾ, മനസ്സിനെ ഉത്കൃഷ്ട ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നവൾ, അല്ലെങ്കിൽ അങ്ങനെ ഉയർത്താൻ യുക്തമായിട്ടുള്ള എന്താ പറയാ അനുഗ്രഹം തരുന്നവൾ എന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ ഈ 4 നാമങ്ങളും നമ്മൾ ചേർത്ത് വായിക്കണം. സർവയന്ത്രാത്മിക, സർവമന്ത്രസ്വരൂപിണി. അപ്പൊ നമ്മൾ കണ്ടു സർവയന്ത്രങ്ങൾക്കും ആത്മികയായിരിക്കുന്ന ദേവി സർവയന്ത്രാത്മികയാണ്. ഇപ്പൊ യന്ത്രം എന്നുള്ള വാക്കിന് നമ്മൾ കണ്ടു നടത്തുക, അധികാരം ഏൽപ്പിക്കുക, പ്രവർത്തന ക്ഷമത, കടിഞ്ഞാൻ എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. ഇപ്പൊ യന്ത്രം എന്നാൽ ഏത് തരത്തിലുള്ള ഊർജവും ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നതിനെയാണ് നമ്മൾ യന്ത്രം എന്ന് പറയുന്നത്. വളരെ ക്ഷമയോടെ ഉപയോഗിക്കാനുള്ള ഉപകരണം എന്നർത്ഥം. അങ്ങനെയുള്ള എല്ലാ യന്ത്രങ്ങളുടെയും ആധാരമായിരിക്കുന്ന ശക്തിയാണ് ദേവി. ഇപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളിൽ നിന്നാണ് യന്ത്രത്തിനുള്ള സാമഗ്രികൾ വരുന്നത്, അല്ലെ? അപ്പൊ പ്രകൃതിയും യന്ത്ര സ്വരൂപമാണെന്നർത്ഥം. ഇനി ജീവികളുടെ ശരീരം എടുക്കുകയാണെങ്കിൽ അനേകം തരത്തിലുള്ള യന്ത്രങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് നമ്മുടെ മനുഷ്യ ശരീരം എല്ലാ ജീവികളുടെയും. ആ യന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ശരീരത്തിന് ആധാരമായിട്ടിരുന്ന ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തി ആരാണ്? അപ്പൊ ഈ യന്ത്രങ്ങളിലെ നിന്നാണ് പുറത്തുള്ള യന്ത്രങ്ങളുടെ ആശയം മനുഷ്യന് ലഭിച്ചിട്ടുള്ളത്, അല്ലെ? പ്രകൃതി ഉണ്ടാക്കിയ ഈ ശരീരങ്ങള് പ്രവർത്തിപ്പിക്കുന്ന ദേവീ ശക്തിയാണ് എല്ലാ യന്ത്രങ്ങൾക്കും ആധാരം എന്നർത്ഥം. ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ യന്ത്രങ്ങളും തന്ത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പല ആവർത്തി മന്ത്രാക്ഷരങ്ങളെ ശുദ്ധമാക്കിയാണ് അത്തരം യന്ത്രങ്ങളെ തകിട് രൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പൊ മന്ത്രത്തിന്റെ ശക്തിയാണ് ആചാര്യനിലൂടെ യന്ത്രത്തിലേക്ക് പകരുന്നത്. ഇപ്പൊ ഓരോ ദേവതമാർക്കും ഓരോ ചക്രങ്ങൾ ഉണ്ടാകും. പരസ്പരം വിച്ഛേദിച്ച് കിടക്കുന്ന പല വരകളും ഉണ്ടാകും. എല്ലാം യന്ത്രങ്ങളിലും ഭക്തിപൂർവം ഗുരു അനുഗ്രഹത്തിലൂടെ അത് സ്വീകരിച്ച് സാധന ചെയ്യുമ്പോഴാണ് അത് ഊർജത്തിന്റെ നിയന്ത്രണവും ഔന്നത്യവും സാധ്യമാകുന്നത്. യന്ത്ര തകിടുകളില് തന്ത്രത്തിലൂടെ സാധന ചെയ്ത് മന്ത്രശക്തി സന്നിവേശിപ്പിച്ചിരിക്കുന്നതാണ് അവയ്ക്ക് സ്പന്ദനം ഉണ്ടാകാൻ കാരണം. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് എനർജി അഥവാ ഊർജ പ്രവാഹം എന്ന് പറയുന്നത്. ഇതിന് അത്രയും കഴിവുള്ള ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഗുരുവിന് മാത്രമേ ഇത് ചെയ്യാൻ സാധ്യമാവുള്ളൂ. പലർക്കും ഈ യന്ത്രം മന്ത്രസാധനയിലൂടെ ലഭിച്ച് അനുഭവം വന്നതാണ്. സ്വർണം, വെള്ളി, ചെമ്പ്, പഞ്ചലോഹങ്ങൾ തുടങ്ങിയവയിലാണ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ പൂജ ചെയ്ത് സിദ്ധി വരുത്തണം. ഇല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ ആ യന്ത്രങ്ങൾ നശിപ്പിച്ചു കളയണം. സാധനകൾക്കെല്ലാം അടിസ്ഥാനം എന്താണ്? ശക്തി തന്നെയാണ്, അല്ലെ? ആ ശക്തി പ്രസാദിച്ചാലേ സാധന പൂർണ്ണമാകുള്ളൂ. അപ്പൊ സർവ്വ യന്ത്രാത്മികയായിരിക്കുന്ന ദേവി. കാരണം ഇനി നിയന്ത്രണം ഏറ്റെടുക്കണു എന്നുള്ള അർത്ഥം എടുത്തു വെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം കൊണ്ട് മാത്രമേ ശക്തിഭാവത്തെ തിരിച്ചറിയാൻ സാധിക്കൂ എന്നും നമുക്ക് എടുക്കാം. ഓരോ നിയന്ത്രണത്തിലും ആത്മീയമായിട്ടിരിക്കുന്നവൾ, അതിന്റെ ആത്മീകയായിട്ടിരിക്കുന്നവൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നാമരൂപങ്ങൾക്കും യന്ത്രസ്വരൂപമായിരിക്കുന്ന ശക്തിയാണ് സർവയന്ത്രാത്മിക. അപ്പൊ ഇതെല്ലാം തന്നെ ചേർക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഈ തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ സർവ്വതന്ത്രങ്ങളുടെയും രൂപമായിട്ടിരിക്കുന്നവൾ മന്ത്രസ്വരൂപിണി, യന്ത്രസ്വരൂപിണി. ഇതെല്ലാം കഴിഞ്ഞ് തന്ത്രത്തിലേക്ക്
വന്നിരിക്കുകയാണ് നമ്മൾ, അല്ലെ? മൂന്നും ഇല്ലാതെ ലോകമില്ല. ഈ യന്ത്രം, മന്ത്രം, തന്ത്രം ഇത് മൂന്നും എപ്പോഴും ചേർന്ന് കിടക്കുക. അപ്പൊ തന്ത്രത്തിന് അനേകം വ്യാഖ്യാനങ്ങളുണ്ട്. അതിന്റെ ഒരു വ്യാഖ്യാനം ഏതൊന്നാണോ വിളംബരം, വിളംബമില്ലാതെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നത്, അത് തന്ത്രം. ഏത് കാര്യവും അപ്രയോഗികമാകാതെ താമസമില്ലാതെ ചെയ്യണം. അതിന് വേണ്ടത് അറിവും വിശ്വാസവുമാണ്, അല്ലെ? ഇപ്പൊ ശുഭസ്യ ശീഘ്രം എന്ന് നമ്മൾ പറയാറുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ താമസം പാടില്ല. ഇനി തന്ത്രം എന്നാൽ തന്ത്രശാസ്ത്രത്തെ നമുക്ക് എടുക്കാം. ഭാരതീയ തത്വ സിദ്ധാന്തങ്ങളെ ആഗമങ്ങളെന്നും നിഗമങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ആഗമത്തിൽ പെടുന്നതാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. നിഗമത്തിൽ വരുന്നത് വേദ ഉപനിഷത്തുകളാണ്. ശിവനും ശക്തിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇതിന്റെ വിന്യാസം. പ്രപഞ്ചത്തിന്റെ ഓരോന്നിനും വ്യക്തമായ രൂപവും ഊർജവും നൽകുന്ന പ്രപഞ്ച ഊർജത്തിന്റെ പ്രകാശപൂർണമായിരിക്കുന്ന ആ ഒരു പ്രചാരണമാണ് തന്ത്രം. അങ്ങനെയാണ് എണ്ണമറ്റ ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിലും കുടിയേറുന്ന ചൈതന്യവും പിന്നെ സമയമാകുമ്പോൾ ഇല്ലാതാകുന്നതും തന്ത്രമാണ്. അപ്പൊ മനുഷ്യൻ പ്രകൃതിയെ അറിഞ്ഞ് അനുഭവിച്ച് അവിടെ നിന്നുള്ള മുക്തി പ്രാപിക്കണം. അവിടെയാണ് തൻ എന്ന ധാതുവിൽ നിന്നുണ്ടായ തന്ത്രത്തിന്റെ പ്രാധാന്യം. അപ്പൊ തന്ത്രശാസ്ത്രം എന്നത് ഭഗവതിയുടെ ശരീരം തന്നെയാണെന്ന് പറയാം. ഇതില് ദക്ഷിണം, വാമം, കൗളം, ദിവ്യം, സമയം ഇങ്ങനെ ആചാരങ്ങളെല്ലാം ഉണ്ട്. 5 ആചാരങ്ങൾ പറയുന്നുണ്ട്. ഇനി അനേക ആചാരങ്ങളുണ്ട്. ഇത് പ്രധാനപ്പെട്ടവയാണ്. അപ്പൊ ശരീരത്തിലെ എല്ലാവരുടെയും ശരീരത്തിലെ ശക്തിയെ നിലനിർത്തുന്ന ശക്തി സർവതന്ത്ര രൂപ. ഒരു കുടുംബത്തെ എടുത്താല് എല്ലാറ്റിനെയും പരസ്പരം യോജിച്ചു കൊണ്ടുപോകുന്ന കുടുംബിനി, അല്ലെ? അവിടുത്തെ അമ്മ സർവതന്ത്ര രൂപ എന്ന് പറയാം. തന്ത്രങ്ങളെ തന്ത്രപൂർവ്വം മനസ്സിലാക്കാൻ ദേവീ ഭക്തി തന്നെ ആശ്രയം. ഈ ദേവിയെ തന്നെയാണ് നമ്മളെ ശരീരത്തില് മനോന്മനി എന്നറിയപ്പെടുന്നത്. മനോന്മനത്തോടെ വസിക്കുന്ന ദേവി മനോന്മനി. ഇപ്പൊ മനസ്സിനെ അതിജീവിച്ചവൾ, മനസ്സിനെ അതിക്രമിച്ചവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. ഒരു സാധകൻ മനോന്മനത്വം ഉള്ളവനായിരിക്കണം എന്ന് പറയാറുണ്ട്. എപ്പോഴും ഉത്സാഹവും ഊർജ്ജസ്വലതയുമാണ് ആ ഭാവം. ഉന്മനീഭാവം എന്നത് മനസ്സിന്റെ അഭാവം എന്നർത്ഥം. പരദുഃഖത്തിലും പരരക്ഷയിലും സദാ തൽപരമായിരിക്കുന്ന ദേവിക്ക് മനസ്സിന്റെ അഭാവമാണ് ഭക്തരക്ഷാ വ്രതത്തിലാണ് ദേവി എന്നർത്ഥം. ഇപ്പൊ യോഗശാസ്ത്രത്തിൽ മനോന്മനി എന്ന ഒരു മുദ്രയുണ്ട്. ഇമ വെട്ടാതെ ശ്വാസം വിടാതെ മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങള് ആ ഒരു നിലകൾക്കനുസരിച്ച് ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഉള്ളില് ഒരു സൂക്ഷ്മ നാദം ഉണ്ടാകും. അങ്ങനെ ആ ഒരു മനോ അവസ്ഥയുള്ളവൾ മനോന്മനി. ഇപ്പൊ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള അവസ്ഥയാണിത്. കാരണം ശക്തി ശിവനുമായിട്ട് ചേരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ. രണ്ടെന്നുള്ള ദ്വൈതം ഇല്ലാതായി നിർവികൽപ സമാധി അവസ്ഥയാണിത്. ഇതിനെയാണ് മനോന്മനിത്വം എന്ന് പറയുന്നത്. പ്രസിദ്ധ താന്ത്രിക ആചാര്യനായിരിക്കുന്ന ശ്രീ ഭാസ്കരരായ മഖി അദ്ദേഹത്തിന്റെ പരിവസ്യ രഹസ്യത്തിലെ നാദത്തെ ബിന്ദു, അർദ്ധചന്ദ്രൻ, രോധിനി, നാദം, നാദാന്തം, ശക്തി, വ്യാപിക, സമനി, ഉന്മനി ഇങ്ങനെ 9 തലങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ സമനി ഉന്മനി ചേർന്നതാണ് മനോന്മനി എന്ന് പറയുന്ന അവസ്ഥ. സൂക്ഷ്മമായിട്ട് പറഞ്ഞാല് മനുഷ്യന്റെ ആജ്ഞയ്ക്കും സഹസ്രാരത്തിനും ഇടയ്ക്ക് 9 ചക്രങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ ചക്രങ്ങളെ തന്നെയാണ് നാദത്തിന്റെ തലങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് അനുഭവിക്കുന്ന പരമശിവനെ മനോന്മനൻ എന്ന് വിളിക്കുന്നു. പത്നി മനോന്മനി. അപ്പൊ ധ്യാനനിരതമായ മഹാദേവന്റെ ഇച്ഛാശക്തി ക്രിയാശക്തി ദേവി തന്നെയാണ്. ഇനി മനോന്മനി എന്ന ഒരു രത്നമുണ്ട്. പ്രതലത്തിൽ കിടക്കുന്ന കൺമുന്നിൽ കിടക്കുന്ന രത്നം എന്നർത്ഥം. അപ്പൊ അതിനെ തിരിച്ചറിയുവാനുള്ള അറിവുണ്ടായെങ്കിലേ അത് രത്നമാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. ഭൗതികത്തിലും ദേവീശക്തിയിലും തിരിച്ചറിയുന്നവരാണ് സാധകരെന്ന് പറയുന്നത്. അത് അറിഞ്ഞാലേ മൂല്യം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. സാധാരണക്കാരന് രത്നത്തിന്റെ മൂല്യം അറിയില്ല. ഒരു രത്ന വ്യാപാരിക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കൂ. ഏതും തിരിച്ചറിയണമെങ്കിൽ ആ ഒരു ഇച്ഛാശക്തിയും ജ്ഞാനവും ഉണ്ടായിരിക്കണം. അപ്പൊ മനോന്മനിയായിരിക്കുന്ന ദേവി, അല്ലെ? ദേവി മഹേശ്വരിയാണ്. മഹേശ്വരനെ സംബന്ധിച്ചവൾ, മഹേശ്വര പത്നി. ഇപ്പൊ ഗുണഭാവം കൊണ്ട് മഹേശ്വര സജ്ഞ, അതായത് ശരിക്കും പറഞ്ഞാല് ദേവി ആ ഒരു ലിംഗപുരാണ വാക്യപ്രകാരം ഗുണാതീതനായിരിക്കുന്ന മഹേശ്വരന്റെ പത്നിയാണ്. ഗുണാതീതയാണെന്നുള്ളത് ദേവിക്ക് മഹേശ്വരി എന്നുള്ള നാമം. അപ്പോ എന്താ പറയാ, അപ്പൊ ആ ഒരു മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? മഹാഭാരതത്തിലെ വേദവ്യാസ മഹേശ്വര ശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. മഹേശ്വരന്റെ പത്നിയായിരിക്കുന്ന ദേവി മഹേശ്വരി. ഇപ്പൊ മഹേശ്വരി മഹാദേവി, മഹതിയായിരിക്കുന്ന ദേവി, മഹാദേവന്റെ സ്ത്രീ, അല്ലെ?
ദേവീ രൂപങ്ങളായിരിക്കുന്ന ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൾ, അളക്കാനോ ഊഹിക്കാനോ ആകാത്ത വണ്ണം വലിപ്പമുള്ളവൾ എന്ന് വ്യാഖ്യാനമെടുക്കാം. ആ ബൃഹത്തായിരിക്കുന്ന ശരീരം, അതായത് ആ ഒരു എന്താ പറയാ, അങ്ങനെ ഇരിക്കുന്ന ദേവിക്ക് മഹാദേവി. ദേവി പുരാണം അങ്ങനെയാണ് പറയുന്നത്. ചന്ദ്രമൂർത്തിയായ ശിവന് മഹാദേവൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പത്നി മഹാദേവി. അപ്പൊ ബുധന്റെ അമ്മയായിരിക്കുന്ന രോഹിണി എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് അർത്ഥം എടുക്കാം. ലിംഗപുരാണത്തില് എന്താ പറയാ, ആ ഒരു രോഹിണി, സോമന്റെ പത്നിയായിരിക്കുന്ന രോഹിണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗന്ധകിയിലുള്ള ചക്രതീർത്ഥത്തിന്റെ അധീശ്വരിയായിരിക്കുന്ന ദേവിക്ക് മഹാദേവി എന്ന് പേരുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം തന്നെ ലോകത്ത് ഒരു ശക്തിയേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു അല്ലെ. ദേവി തന്നെയാണ് ഈ നാനാരൂപത്തിലും പേരുകളിലും എല്ലാം ഇരിക്കുന്നത്. ആ ദേവി തന്നെയാണ് മഹാലക്ഷ്മി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 210ാമത്തെ ദേവിയുടെ നാമമാണ് മഹാലക്ഷ്മി. അപ്പൊ ഇതറിയാം, നമ്മൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ എല്ലാ നാമങ്ങളും എല്ലാ രൂപങ്ങളും ദേവി തന്നെയാണ് അല്ലേ. പാലാഴി മഥനം നടക്കുമ്പോൾ പാൽക്കടലിൽ നിന്നുള്ള ആ ഒരു ചതുർദശ രത്നങ്ങളാണ് 4 കൈകളോട് കൂടിയ മഹാലക്ഷ്മി ഉൾപ്പെടുന്നത്. വിഷ്ണുവിന്റെ ശക്തി, ധനത്തിന്റെ ഐശ്വര്യത്തിന്റെ അതിദേവത മഹാലക്ഷ്മിയാണ്. ഇപ്പൊ കാമദേവൻ മഹാലക്ഷ്മിയുടെ പുത്രനാണെന്ന് പറയുന്നുണ്ട്. ലളിതാദേവി തന്നെയാണ് മഹാലക്ഷ്മി എന്ന് ഈ നാമം കുറിക്കണു ഇല്ലേ. സർവസ്യാദ്യ മഹാലക്ഷ്മി എന്ന് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. ശിവപുരാണത്തില് എന്താ പറയുന്നത്, തസ്യാംഗ മണ്ഡലാരൂഢ ശക്തിർ മാഹേശ്വരി പര മഹാലക്ഷ്മി വിഖ്യാത ശ്യാമ സർവമനോഹര. അപ്പൊ ഏത് മഹാദേവിക്കും മഹാലക്ഷ്മി എന്നുള്ള നാമം യോജിക്കുന്നുണ്ട് അല്ലെ. ആ അഭിന്നത്വം, കാരണം നാമങ്ങള് രൂപത്തിന് വരുന്ന വ്യത്യാസം നാമങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ പ്രേരകമായിരിക്കുന്ന ശക്തി ഒന്ന് തന്നെയാണ്. അപ്പോ എന്താ പറയാ, ലക്ഷ്മി, അംബിക എല്ലാം ഒരേ നാമങ്ങള്, ഈ പറയുന്ന നാമത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ശക്തി ഒന്ന് തന്നെയാണ്. ലക്ഷ്മി, പാർവതി ഇതെല്ലാം തന്നെ ഒരേ ദേവിയാണെന്ന് തെളിയുന്നു. അപ്പൊ 13 വയസ്സായ കന്യക എന്ന് മഹാലക്ഷ്മി പദത്തിന് അർത്ഥം പറയുന്നുണ്ട്. 13 വയസ്സായ കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ത്രയോദശി മഹാലക്ഷ്മി എന്ന് ധൗമ്യൻ, അതായത് കോലാപുരം എന്ന സ്ഥലത്ത് മഹാക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്ന മഹാദേവിയായിരിക്കുന്ന മഹാലക്ഷ്മി എന്ന് പേരുള്ളതായിട്ട് സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നുണ്ട്. കോലാപുരത്തിന് കരവീരം എന്ന പേരും ഉണ്ടായിരുന്നു. ഇപ്പൊ കോലാപുരം എന്ന പേര് കലികാലത്തുണ്ടായതാണെന്ന് പറയുന്നു. ഇപ്പൊ കരവീരെ മഹാലക്ഷ്മി എന്ന് പ്രസിദ്ധി ഉണ്ടെന്ന് ഭാസ്കരാചാര്യര് പറയുന്നു. കോലാപുരം കർണാടക ദേശത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന മൂകാംബിക ക്ഷേത്രമാണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ. ഇപ്പൊ മഹാരാഷ്ട്ര ദേശത്തുള്ള കോലാപ്പൂർ ആണെന്നും പക്ഷമുണ്ട്. അപ്പോ മൈരാള തന്ത്രത്തിൽ നിന്ന് മഹാനാമകം ദൈത്യം ശ്രുതി ക്ഷപതി മഹാലസ മഹാലക്ഷ്മീരിഖ്യാതി മാഗത ഉപത്യകയാം സഹ്യാദ്രെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉദ്ധരിച്ച് നമുക്ക് ദേവിയുടെ പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ മഹാലൻ എന്ന അസുരനെ ക്ഷപണം ചെയ്തത് കൊണ്ട് മഹാലക്ഷ്മി എന്ന പേരുണ്ടായി. സഹ്യപർവ്വതത്തിന്റെ ഉപത്യകയിൽ പശ്ചിമ സമുദ്ര രോധസിൽ ഈ ക്ഷേത്രം നിൽക്കുന്നു എന്നും ഈ ഉദ്ധരണി കൊണ്ട് കിട്ടുന്നു. അപ്പൊ നമുക്ക് മഹാലക്ഷ്മി എന്നുള്ള വാക്ക് ഇപ്പൊ പറയും, നമ്മൾ നോക്കുമ്പോ എല്ലാ ദേവികൾക്കും ചേർന്നതാണ് എന്ന് പറയും മഹാലക്ഷ്മി അല്ലെ. അപ്പം മഹേശ്വരി, മഹാദേവി, മഹാലക്ഷ്മി. അപ്പൊ ഈ മനോന്മനി എന്നുള്ള നാമം കഴിഞ്ഞിട്ട് എല്ലാം മഹ എന്നുള്ള നാമം വെച്ചാണ് തുടങ്ങുന്നത് അല്ലെ. എന്താണ് മഹ? വലിപ്പം, ശ്രേഷ്ഠത, തീവ്രത ഇത് സൂചിപ്പിക്കാനാണ് മഹ എന്നുള്ള നാമം. അപ്പൊ മഹേശ്വരി, ഈശ്വരന്മാരിൽ ഏറ്റവും ഉയരത്തിലുള്ളവൾ, മഹാദേവി അല്ലെ. ദേവ എന്ന് പറഞ്ഞാൽ നൽകുക, പ്രകാശിപ്പിക്കുക, അറിവിന്റെ രൂപമായിട്ടിരിക്കുക, പ്രകാശിപ്പിക്കൽ, അറിവ് കൊടുക്കൽ എന്നീ ഗുണങ്ങളില് തുല്യമായിട്ട് വേറെ ആരും ഇല്ലാത്തവൾ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ഐശ്വര്യത്തിന്റെ ധാമമായിട്ടിരിക്കുന്നവൾ. ഇങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വ്യത്യസ്ത നാമങ്ങളില് ദേവിക്ക് വ്യത്യസ്ത അർത്ഥങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹേശ്വരനിൽ നിന്നുണ്ടായ ശക്തി മാഹേശ്വരി. ഇപ്പൊ മഹേശ്വരൻ എന്ന ത്രിഗുണാതീതമായിരിക്കുന്ന ശിവഭഗവാനിൽ നിന്നുണ്ടായ ശക്തിയാണ് മഹേശ്വരി അല്ലെ. ഇപ്പൊ മഹാന്മാരുടെ ഈശ്വരിയായ ശക്തികളെല്ലാം തന്നെ മഹേശ്വരിയാണെന്ന് അർത്ഥം. പാർവതി പുത്രി എന്ന് പറഞ്ഞാൽ പർവ്വതപുത്രി പാർവതി. ശിവനിൽ നിന്നുണ്ടായ ശക്തിയെ, ശിവലിംഗത്തെയാണ് നമ്മൾ അവിടെ എന്താ പറയാ വിന്യസിച്ചിരിക്കുന്നത്. ലിംഗപുരാണം അനുസരിച്ച് ഓരോ ദേവതയും ശിവലിംഗത്തിൽ പ്രതിഷ്ഠിതമാണെന്ന് പറയുന്നു. ശ്രീചക്രത്തില്
ചതുഷ്ഷഷ്ടി കോടി ദേവതകളും പ്രതിഷ്ഠിതമായതുപോലെ തന്നെ. ഇനി ശിവം എന്നാൽ മംഗളവും, ലിംഗം എന്നാൽ അടയാളവും. ഇപ്പൊ മംഗളം എന്തിലാണോ അവലംബിച്ചിരിക്കുന്നത് അത് ശിവലിംഗം. ഇപ്പൊ സന്യാസി ലക്ഷണം എന്ന് പറഞ്ഞാല് നമ്മൾ കാഷായം, മുണ്ടനം, ജഡ, ജ്ഞാനം എന്നൊക്കെ പറയുന്ന പോലെ ശിവലിംഗം എന്നത് പൂർണ്ണ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ സൃഷ്ടി ആദ്യം ശിവനും ശക്തിയുമായി മാറിയ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ സങ്കല്പമാണ് ശിവലിംഗം. ഇപ്പൊ പ്രപഞ്ച ഊർജം ഭൂമിയിൽ നിക്ഷേപിച്ച് നാമരൂപങ്ങളായി തീരുന്നതിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. ലയനം എന്ന സങ്കല്പത്തില് ലിംഗം മഹേശ്വരന്റെയും പീഠം മാഹേശ്വരിയുടേതുമാണ്. ദീർഘവൃത്താകൃതിയിൽ ആ ആറ്റങ്ങളുടെ രൂപമാണിത്. ആ ഒരു അറ്റോമിക് റിയാക്ടേഴ്സ് ഒക്കെ ഊർദ്ധമായ ഗോളാകൃതിയിലുള്ള ഊർജ കേന്ദ്രങ്ങളാണ്. ആ ലയിപ്പിച്ചിരിക്കുന്ന ബീജത്തിൽ നിന്ന് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുന്നു എന്നർത്ഥം. അപ്പൊ ശിവസങ്കല്പം സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന് ഉപരിയായിട്ടുള്ളതാണ്. ശിവലിംഗത്തിൽ 7 ഭാഗങ്ങളുണ്ട്. പാതുക, കുമുദ, ജഗതി, ഗള, ഗളപ്പടി, ലിംഗം, ഓവ, പാതുക. പാതുക എന്നാൽ പാദരക്ഷ. ഇപ്പൊ ജഗതി എന്നാൽ ഭൂമി, കുമുദ എന്നാൽ സന്തോഷദായകമാണ്, ഗള എന്നാൽ കഴുത്ത്, ഗളപ്പടി എന്ന് പറഞ്ഞാൽ ഗളത്തിന്റെ പ്രവേശന ദ്വാരം, ഓവ എന്ന് പറഞ്ഞാൽ പ്രാണനാളി, ലിംഗം എന്നാൽ സൂക്ഷ്മ ശരീരം. ഇവയെല്ലാം ചേർന്ന ശക്തി ശരീരത്തെ തന്നെയാണ് മാഹേശ്വരി എന്ന് പറയുന്നത്. ഈ മാഹേശ്വരി തന്നെയാണ് മഹാദേവി. മഹത്തായിരിക്കുന്ന ദേവീ ശക്തിയാണ് നമ്മളെ മഹാദേവി. മഹാന്മാരാൽ പൂജിക്കപ്പെടുന്ന ദേവി എന്നെടുക്കാം. വിശ്വപ്രപഞ്ച മഹത്തായ ദേവി ചൈതന്യം തന്നെയാണ്. ആ മഹത്യ പുണ്യം ആണ് ദേവി എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ എന്തിനു വേണ്ടി ചെയ്യുന്ന സമർപ്പണവും മഹത്തായ പുണ്യപ്രവൃത്തിയാണ്. ദേവി ഭാഗവതത്തിൽ ദേവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ആ ഒരു ബൃഹത്തായ ശരീരത്തോടുകൂടി അപ്രമാണ ശരീരത്തോട് കൂടിയവളാണ് ദേവി. മഹാദേവിയിലെ മഹാ എന്നാൽ പൂജിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം. പ്രകൃതി പൂജിക്കപ്പെടേണ്ടവളാണ്. മഹാദേവന്റെ പത്നിയാണ് മഹാദേവി. ശിവന്റെ അഷ്ടമൂർത്തികളിൽ ഒന്നാണ് മഹാദേവൻ. ശർവന്റെ പത്നി ശർവാണി ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഇതിൽ അഷ്ടമൂർത്തികള് ശർവൻ, ഭവൻ, രുദ്രൻ, ഉഗ്രൻ, ഭീമൻ, പശുപതി, ഈശ്വരൻ, മഹാദേവൻ. അപ്പൊ ഇതില് പഞ്ചഭൂതങ്ങൾക്കൊപ്പം സൂര്യനും ചന്ദ്രനും ആത്മാവും ചേർന്ന രൂപത്തെയാണ് ശിവന്റെ അഷ്ടമൂർത്തി സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് മംഗളം കൊടുക്കുന്നത് എന്തും ശിവ അവതാരങ്ങളാണ്, അല്ലെ? ഇനി ആത്മജ്യോതിസ് പശുപതിയും ഈശാനൻ സൂര്യനും മഹാദേവൻ ചന്ദ്രനുമാണ്. അപ്പോ ചന്ദ്രഭക്തിയായിരിക്കുന്ന ദേവി മഹാദേവി. ഇപ്പൊ ചന്ദ്രന്റെ ഭാര്യ രോഹിണിയാണ്. ശിവശക്തികൾക്ക് അതുകൊണ്ടാണ് മകുടത്തിൽ ചന്ദ്രകലയുള്ളത്. മഹാദേവന്റെ കുളിർമയാണ് മഹാദേവി. സത്പ്രവർത്തികളെയാണ് നമ്മള് കുളിർമ ഏകുന്നത്. അപ്പോ ആ മഹാദേവിക്ക് അടുത്ത പേരെന്താണ് നമ്മൾ പറയുന്നത്? മഹാലക്ഷ്മി. മഹത്തായ ലക്ഷ്മിയായിരിക്കുന്ന ശക്തി മഹാലക്ഷ്മി, അല്ലെ? നമ്മൾ കേട്ട് പരിചയിച്ച മഹാലക്ഷ്മിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിലെ ഈ ആശയതലങ്ങള്. മഹത്തായ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മഹത്തായ പ്രകാശം, പ്രപഞ്ചത്തെ തന്നെ ശരീരമാക്കിയിരിക്കുന്ന മഹാദേവിയുടെ ശക്തിയാണ്. ഇപ്പൊ സമസ്ത ചരാചരങ്ങളുടെയും തേജസ്സാണ് മഹാലക്ഷ്മി. ഒരിക്കലും വിഷ്ണു പത്നിയായിരിക്കുന്ന മഹാലക്ഷ്മി അല്ലിത്, മറിച്ച് സർവ്വ ജീവജാലങ്ങളിലെയും ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ലക്ഷ്മി. അപ്പൊ അസുരശ്രേഷ്ഠനായിരിക്കുന്ന മഹിഷാസുരനെ വധിച്ച എല്ലാ ദേവകളുടെയും ചൈതന്യത്തിൽ നിന്ന് ആവിർഭൂതയായ മഹാലക്ഷ്മിയെ നമുക്കറിയാം, അല്ലെ? ആ മഹാചൈതന്യങ്ങള് കാത്യായനി ദേവിയില് സന്നിവേശിപ്പിച്ചിട്ടാണ് മഹിഷൻ എന്ന അസുര നിഗ്രഹം നടക്കുന്നത്. അപ്പൊ മനുഷ്യതലത്തില് തോൽക്കുകയാണെങ്കിൽ ജ്ഞാനത്തിലാണ് മഹാലക്ഷ്മി വാസം. മനുഷ്യന്റെ മനസ്സുകൾക്കുള്ളിലാണ് ദേവിയുടെ വാസസ്ഥാനം എന്നർത്ഥം. മഹാലക്ഷ്മി അഷ്ടകത്തിൽ പറയുന്ന എന്താണ്? ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യന്തരഹിതയും ആദിശക്തിയും യോഗം അറിയുന്നവളും യോഗത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതുമായിരിക്കുന്ന ദേവി. അപ്പൊ യോഗം എന്നാൽ എന്താണ്? ശ്രദ്ധ, അല്ലെ? ശ്രദ്ധയിൽ നിന്ന് മാത്രമേ ജ്ഞാനം ഉദിക്കുന്നുള്ളൂ. ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മളെ മഹാലക്ഷ്മി അഷ്ടകം എന്ന് പറയുന്ന അഷ്ടകം, അതായത് ആ 8 ശ്ലോകങ്ങൾ നിത്യം ജപിക്കുന്നവന് പറയുന്നുണ്ടല്ലേ, മഹാപാപങ്ങളിൽ നിന്ന്, എല്ലാ കർമ്മ വിനകളിൽ നിന്ന് ദേവി രക്ഷിക്കുന്നു. മഹാലക്ഷ്മി അഷ്ടകം വളരെ പ്രസിദ്ധമാണ്. അതെന്നും ജപിക്കേണ്ടത് ഏത് ദേവി ഉപാസകനും നിർബന്ധമായിട്ട് ജപിച്ചിരിക്കേണ്ടതാണ് മഹാലക്ഷ്മി അഷ്ടകം. ലളിതാ സഹസ്രനാമത്തിലെ മഹിഷമർദിനി എന്ന നാമത്തിന് പകരമായിട്ടാണ് മഹാലക്ഷ്മി എന്ന പദം വന്നിരിക്കുന്നത്. മഹിഷമാകുന്ന അജ്ഞാനത്തിന്റെ മേലെ ജ്ഞാനത്തിന്റെ വിജയം തന്നെയാണ് മഹാലക്ഷ്മിയുടെ ഭാവം, അല്ലെ?
എന്നും 13 വയസ്സുള്ള കുമാരിയാണ് ദേവി. ഇപ്പൊ ചാന്ദ്ര ദിനങ്ങളിലെ 11ാമത്തെ ദിവസം മഹാലക്ഷ്മി ആരാധനയ്ക്കായിട്ട് നമ്മൾ വെക്കാറുണ്ട്. അപ്പൊ മഹതിയായ ലക്ഷ്മി ഒരു ഒരു കഥയിലൂടെ പറയുകയാണെങ്കിൽ ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ ആര് എന്ന് ഋഷികൾക്ക് സംശയമുണ്ടായി. ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താമെന്ന് തീരുമാനിക്കുകയും അതിന് ഭൃഗു മഹർഷിയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു, ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ. അക്കാലത്ത് അദ്ദേഹത്തിന്റെ വലത് കാൽപാദത്തിൽ കൂടി ഒരു എന്താ പറയാ പാദത്തിൽ കൂടി ഒരു എന്താ പറയാ അത് കാൽപാദത്തിൽ ഒരു ഒരു എന്താ പറയാ ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ എന്താ പറയാ കറുത്ത പാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാദത്തിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തിന് നടക്കാൻ പറ്റിയിരുന്നത്. ഇപ്പൊ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ശ്രേഷ്ഠനായിരുന്നെങ്കിലും അവർക്ക് എന്താ പറയാ കോപം അടക്കാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവസാനമായിട്ട് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാൻ എത്തി. അവിടെ ചെന്നപ്പോ മഹാവിഷ്ണു എന്താ പറയാ ചെന്നപ്പോ ആ ഒരു മഹാശേഷന്റെ ശയ്യയിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ നെഞ്ചത്താണ് ആ ഭൃഗുവിന്റെ വലത് പാദം പതിച്ചത്. അനന്തശയനം വിട്ട് ഭഗവാൻ എന്താ പറയാ ആ ഒരു എന്താ പറയാ ശരി വാതുക്കലാണ് കിടന്നിരുന്നത്. ഇത് കണ്ട ഭൃഗു മഹർഷി ദേഷ്യവും ദുഃഖവും തോന്നി. എന്തിനാണ് വിഭോ എന്നെ കൊണ്ട് ഈ മഹാപാതകം ചെയ്യിച്ചത് എന്ന് ആ ഒരു മുന്നിൽ കേഴുന്ന മഹർഷിയോട് മഹാവിഷ്ണു പറഞ്ഞു, അങ്ങേക്ക് വേദനിച്ചോ മുനെ? അങ്ങയുടെ പാദത്തിലെ ആ ആകൃതി, അതായത് ആ ഒരു കറുത്ത പാട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണിത്. അപ്പോ എന്താ പറയാ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. നേരെ പറഞ്ഞാൽ അങ്ങ് ആ പാദം ഒരിക്കലും എന്റെ വക്ഷത്തിൽ വയ്ക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ത്രിമൂർത്തികളിൽ ശാന്തനും സമചിത്തനും സർവോപരി സമർത്ഥനും വിഷ്ണുവാണെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഇത് മറ്റൊരു കലഹത്തിനു കൂടി കാരണമുണ്ടായി. ഭഗവാന്റെ ഇടത്തെ പക്ഷത്തിലെ ശ്രീവത്സം എന്ന പുകഴ്പെറ്റ സ്ഥലത്തില് മഹാലക്ഷ്മിയായിരുന്നു വസിച്ചിരുന്നത്. അവിടെ മഹർഷികളുടെ പാദം വയ്പ്പിച്ചപ്പോ തന്നോട് ആലോചിക്കാത്തതിൽ ദുഃഖിച്ച മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെ ഉപേക്ഷിച്ച് യാത്രയായി എന്ന് കഥ. അപ്പൊ ഈ സംഭവം അറിഞ്ഞ മഹർഷി ദുഃഖിതനായി ദേവിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി എല്ലാം പുറത്ത് ഭഗവാനോട് ചേരണമെന്ന് അപേക്ഷിച്ചപ്പോ ആ ശരീരം കൊണ്ടിനി സാധ്യമല്ല, വേറെ ശരീരം എടുക്കണമെന്ന് ദേവി പറഞ്ഞു. ഭൃഗു മഹർഷി തന്റെ മകളായി ദേവി വരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് മഹാലക്ഷ്മി പുത്രിയായിരിക്കുന്ന ഭാർഗവിയായിട്ട് ജനിച്ചുവെന്നും ആ ഒരു വേദവല്ലി എന്നായിരുന്നു നാമധേയം. വേദവല്ലിയെ വിവാഹം ചെയ്യുന്നത് മഹാവിഷ്ണുവിന്റെ അംശാവതാരമായിരിക്കുന്ന രംഗനാഥനായിരുന്നു. പിന്നീട് ദുർവാസാവിന്റെ ശാപവും പാലാഴി മഥനവും ഒക്കെ സ്വർഗത്തിൽ അരങ്ങേറി ഈ വേദവല്ലിയാണ് പിന്നെ സീതയായിട്ട് മാറുന്നത്. തന്റെ ഓരോ ചുവടും അത്യന്തം ശ്രദ്ധിക്കുന്ന ആളാണ് ഭൃഗു മഹർഷി. അതാണ് പാദത്തിന്റെ കണ്ണിന്റെ തത്വം. എന്നിട്ടും അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു. അപ്പൊ ആ തെറ്റിന്റെ പ്രതിക്രിയ ചെയ്യേണ്ടി വന്നു. ആ കറുത്ത പാടിനെയാണ് നമ്മൾ കാലിൽ കണ്ണ് എന്ന് പറയുന്നത്. ഉള്ളിൽ ശ്രദ്ധയും ആ ഒരു പരിസര ജ്ഞാനവും വേണം. വിഷ്ണു ഭക്തിയാണെങ്കിലും തന്നെ മാനിക്കാത്തടത്ത് കഴിയുന്ന ആളല്ല ലക്ഷ്മി ദേവി. കാരണം ദേവി മഹതിയാണ്. തന്നെ മാനിക്കാത്തടത്ത് എന്ന് ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ കുടിക്കുന്ന വെള്ളം, വസിക്കുന്ന ഭൂമി, ശ്വസിക്കുന്ന വായു ഓരോന്നിനും അർഹമായ സ്ഥാനം കൊടുക്കണം. ലക്ഷ്മി ദേവിയെ ദേവിയുടെ മഹത്തായിരിക്കുന്ന സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഈ തിരിച്ചറിവ് വരുന്ന മനുഷ്യനില് രൂഢമൂലമാകണം. കാരണം പത്നിമാർ 2 ശരീരമാണെങ്കിലും ഒരു ആത്മാവാണ്. സ്ത്രീയെ ബഹുമാനിക്കണം. അവിടെ മാത്രമേ ഐശ്വര്യം ഉണ്ടാകുള്ളൂ എന്നുള്ള തത്വവും നമ്മൾ ഇതിലൂടെ പഠിക്കുകയാണ്. അപ്പോ മഹാലക്ഷ്മി എന്ന് പറയുന്ന ദേവി അതെന്താണ്, ദേവി ആരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഐശ്വര്യധാമമായിട്ടുള്ള ആളാണ് മഹാലക്ഷ്മി. ഇനി ആ ദേവി ആരാണ്? അടുത്ത നാമങ്ങളിലൂടെ അത് പറയുന്നുണ്ട്. മൃഡപ്രിയ. മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവന് പ്രിയമായിട്ടുള്ളവൾ, മൃഡനെ സന്തോഷിപ്പിക്കുന്നവൾ, അല്ലെങ്കിൽ മാപ്പ് നൽകുന്നവൾ. ആ ദേവി ആരാണ്? മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തി, മഹാരഥി. ഇവിടെ എല്ലാം മഹാ എന്നുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും വരികയാണ്. ദേവിയുടെ ആ ഒരു പ്രാധാന്യത്തെ വീണ്ടും ഉറപ്പിക്കുന്ന നാമങ്ങളാണ് ഇതെല്ലാം. മഹാരൂപമുള്ളവൾ, പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്ന രൂപം നമുക്ക് ഭാവന ചെയ്യാൻ പോലും പറ്റില്ല. മഹാപൂജ്യ, ഏറ്റവും ശ്രേഷ്ഠമായി പൂജിക്കപ്പെടുന്നവൾ. മഹാപാതകനാശിനി, ഏത് വലിയ പാപത്തെയും ശരണം പ്രാപിക്കുമ്പോൾ നശിപ്പിക്കുന്നവൾ. മഹാമായ,
ഭാവനയ്ക്കപ്പുറം പ്രകൃതി ശക്തിയുള്ളവൾ മായ, അല്ലേ? സൃഷ്ടിശക്തി, ജഡപ്രകൃതി, മൂലപദാർത്ഥം, ആ ഒരു ഈ കാണുന്ന സൃഷ്ടി മുഴുവനും വന്നവൾ. ഇപ്പൊ ജഡപദാർത്ഥത്തിൽ നിന്നാണ് ജന്തു, അല്ലേ, വരുന്നത്. ജന്തു, സസ്യജാലവും മണ്ണും വെള്ളവും വായുവും അഗ്നിയും എല്ലാം ഒരേ ജഡത്തിന്റെ രൂപങ്ങളാണ്. ഈ മൂല ജഡപദാർത്ഥത്തെയാണ് നമ്മൾ മായ, അല്ലേ? ആ ഒരു പ്രൈമോഡിയൽ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ആ ഒരു മൂലപ്രകൃതി അവ്യക്ത. പിൽക്കാലത്ത് നമ്മൾ ഇല്ലാത്തത് നമ്മളിപ്പോ കാണപ്പെടുന്നു, പിന്നെ അത് ഇല്ലാതായിത്തീരുന്നു. അപ്പൊ ആ ഇല്ലാത്തത് എന്ന അർത്ഥത്തിൽ ഈ വാക്ക് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. മഹാസത്വ, സത്വഗുണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവൾ, സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗുണങ്ങള്, കർമ്മങ്ങള്, സ്വഭാവങ്ങള്, ഇതിനെയാണ് നമ്മൾ രജോ ഗുണം എന്ന് പറയുന്നത്. ആത്മാവിനെ നീചമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനെ തമോ ഗുണം എന്ന് പറയുന്നു, തമസ്. അപ്പൊ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയി ബ്രഹ്മപ്രാപ്തിയിൽ എത്തിക്കുന്ന ഗുണ കർമ്മ സ്വഭാവങ്ങളാണ് സത്വം. അതിന്റെ ഭാഗമാണ് ഈ ഭഗവതി അമ്മ, അല്ലെ? മഹാശക്തി, പരമമായിട്ടുള്ള ശക്തിയായവൾ, അപ്പൊ തന്നേക്കാൾ വലിയ ശക്തി വേറെ ഇല്ലാത്തവൾ. മഹാരഥി, പരമമായ ആനന്ദമുള്ളവൾ. ഇപ്പൊ രതി എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികമോ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം. ആത്മാവ് പരമാത്മാവായിരിക്കുന്ന അമ്മയുമായിട്ട് കൂടിച്ചേരുമ്പോൾ പരമമായ ആനന്ദം ഉണ്ടാകുന്നു, അല്ലെ? അതിനെയാണ് നമ്മള് ആ ഒരു മഹാരഥി എന്ന് പറയുന്നത്. അപ്പോ ദേവി അടുത്ത നാമം മഹാലക്ഷ്മി എന്നുള്ള നാമത്തിൽ നിന്ന് നമ്മൾ അടുത്ത നാമം മൃഡപ്രിയ, മൃഡന്റെ പ്രിയ എന്ന് നമുക്ക് എടുക്കാം. ആ വിശ്വസ്ഥിതി കർത്താവും സത്വഗുണ രൂപിയുമായിരിക്കുന്ന ശിവനെ മൃഡൻ എന്ന് പറയുന്നുണ്ട്. മൃഡ സുഖേന, മൃഡ ശബ്ദത്തിന് നിർവചനം ആ ഒരു ജനങ്ങൾക്ക്, അതായത് ജനസുഖകൃതേ സത്വദ്രിക്തൗ മൃഡായ നമോ നമ എന്നാണ് ആ ഒരു മഹിംന സ്തവം എന്ന് പറയുന്നത്. ഈ വാക്കിൽ നിന്നാണ് മൃഡാനി എന്നുള്ള പേര് വരുന്നത്. അപ്പോ ദേവിയെ മൃഡപ്രിയ, മഹാരൂപ, മഹത്തായ രൂപത്തോടു കൂടിയവൾ. സർവ പ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പ്രപഞ്ചങ്ങളെ ആവരണം ചെയ്തും സകല വസ്തുക്കളിലും അന്തർഭൂതമായിട്ടുള്ള ദേവി രൂപത്തെയാണ് നമ്മൾ മഹത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ലോക സംഗ്രഹാർത്ഥം പല സന്ദർഭങ്ങളിലും ദേവി വിവിധ രൂപങ്ങളിൽ ഭക്തരുടെ മുന്നിൽ അവതരിച്ചിട്ടുണ്ട്. ഇപ്പൊ സന്ദർഭ അനുസരണമായിരിക്കുന്ന ഗുണം അപ്പോഴപ്പോഴും ദേവി സ്വീകരിക്കണമെന്നർത്ഥം. ഇത് മഹാരൂപങ്ങളാണ്. ദേവി മഹാത്മ്യത്തിലെ മഹിഷാസുര വധത്തിനു വേണ്ടി സർവദേവ ശരീരജമായിരിക്കുന്ന തേജോ കൂടത്തിൽ നിന്ന് ആവിർഭവിച്ച ദേവി സ്വരൂപത്തെയാണ് നമ്മൾ മഹിഷാസുരൻ കാണുന്നത്, അല്ലേ? സ ദദർശ തതോ ദേവി വ്യാപ്തലോകത്രയം ദിശ പദാക്രാന്ത്യ നദഭുവം കിരീടില്ലോഖിതാംബരം. അപ്പൊ ഈ ദേവി എങ്ങനെയാണ് നിൽക്കണമെന്ന് പറയണ ദേവി മഹാത്മ്യമാണിത്. ശരീരത്തെ കൊണ്ട്, ശരീര ശോഭ കൊണ്ട് 3 ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവളായും പാദങ്ങളുടെ ആ ഒരു അക്രമത്താൽ ഭൂമിയെ താഴ്ത്തുന്നവളായിട്ടും കിരീടം കൊണ്ട് ആകാശത്തെ ഉല്ലേഖനം ചെയ്യുന്നവളായിട്ടും ഞാണൊലി കൊണ്ട് പാതാളത്തെ ക്ഷോഭിപ്പിക്കുന്നവളായിട്ടും ഭുജസഹസ്രങ്ങളെ കൊണ്ട് ദിക്കുകളിൽ മുഴുവനും വ്യാപിക്കുന്നവളായിട്ടും ദേവിയെ അവൻ കണ്ടു, ഇല്ലേ? ദേവിയുടെ എന്താ പറയാ, ലളിതാദേവി തന്നെയാണ് മഹാലക്ഷ്മിയായിട്ട് നിൽക്കുന്നത്. മഹിഷമർദിനിയായിരിക്കുന്ന രൂപമാണ് ഈ പറയുന്നത്. ഇപ്പൊ മഹാരൂപം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ചെറിയ മനസ്സിൽ, ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപം എന്നർത്ഥം. ലളിത ഉപാഖ്യാനത്തില്, ലളിത സ്തവരാജ്യത്തില് ദേവിയുടെ രൂപം എങ്ങനെയാണ് പറയണമെന്നും കൂടെ നമുക്ക് നോക്കാം. കാരണം ഇത് ലളിതാ സഹസ്രനാമമാണല്ലേ. അപ്പൊ ലളിത ഉപാഖ്യാനത്തില് അപ്പൊ ദേവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ദേവിയെ കല, മുഹൂർത്തം, കാഷ്ട, അഹസ, മാസം, സംവത്സരം എന്നിങ്ങനെയുള്ള കാലവിഭാഗങ്ങള് സ്വരൂപമായിട്ടുള്ളവളെ, സഹസ്ര ശീർഷയും സഹസ്രമുഖവും സഹസ്രനേത്രവുമായിട്ടുള്ള മഹാദേവി നിനക്ക് നമസ്കാരം എന്നാ തുടങ്ങുന്നത്. ബഹുസഹസ്രം കൈകളാലും കാലുകളാലും ശോഭിക്കുന്നവളെ, അണുവിലും അണുവായും ഏറ്റവും മഹത്തായതിനേക്കാളും മഹത്തായിട്ടുള്ളവളുമായ നിനക്ക് നമസ്കാരം. പരാത്പരയായിരിക്കുന്ന അമ്മ നിനക്ക് നമസ്കാരം. നിൻ തിരുവടിക്ക് തേജസ്സുകളുടെ തേജസ്സാകുന്നു. അതലം അമ്മയുടെ പാദങ്ങളും വിതല ലോകം കാൽമുട്ടുകളും രസാതലം കടീദേശവും ധരണി കുക്ഷിയുമാകുന്നു. ഭുവർ ലോകങ്ങളാകട്ടെ നിൻ തിരുവടിയുടെ ഹൃദയമാകുന്നു. സുവർ ലോകം അവിടുത്തെ മുഖമാണ്.
മുഖമാണ് അല്ലയോ അംബികെ. ചന്ദ്രനും സൂര്യനും അഗ്നിയും നിൻ തിരുവടികളുടെ നയനങ്ങളാകുന്നു. ദിക്കുകൾ അവിടുത്തെ കൈകളും മരുത്തുക്കൾ ശ്വാസ വായുക്കളും ശ്രുതികൾ അവിടുത്തെ വാക്കുകളുമാകുന്നു. അവിടുത്തെ കളി എന്ന് പറഞ്ഞാല് ചരാചര രചനയാണ്. കളിക്കൂട്ടുകാരൻ ചിദ്രൂപനായിരിക്കുന്ന ശിവഭഗവാൻ തന്നെയാണ്. അവിടുത്തെ ആഹാരം എന്താണ്? നിത്യാനന്ദം. ആ ഒരു വാസസ്ഥാനം എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ ഹൃദയം ആകുന്നു. അപ്പോ ദൃശ്യാദൃശ്യ സ്വരൂപങ്ങളായിരിക്കുന്ന ഭുവനങ്ങളെ എല്ലാം നിൻ തിരുവടിയുടെ രൂപങ്ങളാണ്. നഭസ് അവിടുത്തെ ശിരോരുഹവും താരകൾ മുടിയിൽ ചൂടുന്ന പുഷ്പങ്ങളുമാണ്. നിൻ തിരുവടിയുടെ ബാഹുക്കൾ ധർമ്മം മുതലായിട്ടുള്ള ആയുധങ്ങൾ, അധർമ്മം തുടങ്ങിയവയുമാകുന്നു. അപ്രകാരം അവിടുത്തെ കൈകാലുകളിലെ നഖങ്ങൾ യമങ്ങളും നിയമങ്ങളുമാകുന്നു. ലോക ജീവന കാരകങ്ങളായിരിക്കുന്ന അവിടുത്തെ സ്തനങ്ങൾ ആ ഒരു സ്വാഹാകാരവും സ്വധാകാരവുമാണ്. അവിടുത്തെ നാസിക പ്രാണായാമവും നാവ് സരസ്വതിയും ആകുന്നു. പ്രത്യാഹാരം അവിടുത്തെ ഇന്ദ്രിയങ്ങളും ധ്യാനം അവിടുത്തെ ബുദ്ധിയും, മനസ്സ് ധാരണാശക്തി സമാധി ഹൃദയവും, ആസനം തൃഷ്ണയുമാകുന്നു. വൃക്ഷങ്ങൾ നിൻ തിരുവടിയുടെ അംഗരോമങ്ങളും പ്രഭാതം വസ്ത്രമായിട്ടും ഭൂതവർത്തമാന ഭവിഷ്യത്തുകൾ നിൻ തിരുവടിയുടെ വിഗ്രഹവുമാകുന്നു. നിൻ തിരുവടി യജ്ഞരൂപവും ജഗദ്ധാത്രിയും ആ ഒരു വിക്ഷ രൂപവും പാവനിയുമാകുന്നു. എല്ലാറ്റിനും ആധാരമായിട്ടുള്ള നിൻ തിരുവടിയുടെ എല്ലാ പ്രജകളും സമ്യക്കാവർണം ദർശിക്കുന്നില്ല. ഇത്രയും വളരെ വിഷാദമായിട്ട് ദേവി എന്താ പറയാ, അമ്മയുടെ ബൃഹത്തായിരിക്കുന്ന രൂപത്തെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എന്താ പറയാ വിശ്വരൂപ ദർശനം ഭഗവത്ഗീതയില് ആ ഒരു വിശ്വരൂപ ദർശനത്തെക്കാളും ഉപരിയായിട്ട് എന്താ പറയാ ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്ന അമ്മ ഏതിലൊക്കെയാണ് അമ്മ വ്യാപിച്ചു നിൽക്കുന്നത് എന്ന് വളരെ എന്താ പറയാ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏത് ധ്യാനം എടുക്കുകയാണെങ്കിൽ രുദ്രത്തില് നമ്മൾ ആ ധ്യാനം ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം രുദ്രത്തിലെ ധ്യാനം എന്താണ്? ആ പാതാള നഭസ്ഥലാന്ത ഭുവനം ബ്രഹ്മാണ്ഡമാവിർസ്ഫുര ജ്യോതിസ്ഫടികലിംഗൗ ലിംഗമൗലി വിലസത് പൂർണേന്ദു വാന്താമൃതൈ അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകാൻ ജപൻ ധ്യായേ നീപ്സിത സിദ്ധയെ ദുരിതപദം വിപ്രോ വിഷേഞ്ചേ ശിവം ബ്രഹ്മാണ്ഡ വ്യാപ്തദേഹ ഭസിത ഹിമരുച ഭാസമാനാഭുജംഗൈ കണ്ഠേ കാല കബർദ കലിത ശശികല ചണ്ഡ കോദണ്ഡഹസ്ത ത്രക്ഷ രുദ്രാക്ഷമാല പ്രകടിത വിഭവ ശംഭവ മൂർത്തിഭേദ രുദ്ര ശ്രീ രുദ്രസൂക്ത പ്രകടിത വിഭവ ന പ്രയശ്ചന്തു സൗഖ്യം. എന്താണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞു? ഇതും അമ്മയുടെ വിവരണം തമ്മിൽ എന്താ വ്യത്യാസം? ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ രുദ്രത്തിലെ വേറൊരു ധ്യാനം ഇതുമായി ദേവീ ധ്യാനവുമായിട്ട് വളരെ എന്താ പറയാ അത് തന്നെയാണെന്ന് പറയാം. പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിയും നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യാർക്ക നേത്രം കുക്ഷീം സപ്തസമുദ്രം ഭുജഗിരി ശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ച ഷഡംഗം ദശദിശിവസനം ദിവ്യലിംഗം നമാമി. അമ്മ പീഠം എന്താണ് ഭഗവാന്റെ അടുത്ത് പറയണ? ഭഗവാൻ പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗം ആകാശമൂർത്തിയും നക്ഷത്രം പുഷ്പമാല്യം അല്ലേ, അതിൽ കൊരുത്തിരിക്കുന്ന പൂക്കള് ഗ്രഹഗണങ്ങളാണ്. ചന്ദ്രവന്യാർക്ക നേർത്തം ആ ഒരു അഗ്നി സൂര്യ സോമ നേത്രങ്ങള്, സപ്ത സമുദ്രങ്ങളാണ് വയറ് അല്ലെ, ഭുജഗിരി ശിഖരം തോളുകള്, സപ്ത പാതാളപാദം ആ താഴോട്ടുള്ള 7 ലോകങ്ങള് പാദങ്ങളാണ്, വേദം വക്ത്രം മുഖം വേദമാണ്, ഷഡംഗം ദശദിശി വസനം ഈ ഷഡംഗങ്ങള് ഈ ദിക്കുകളാണ്, ഈ ദിവ്യലിംഗം നമാമി. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാവാം ശിവനും ദേവിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നല്ലേ. ആ എന്താ പറയാ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാസത്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. കാരണം പ്രപഞ്ചം എന്ന് പറയുന്ന നമ്മള് നമോ ദേവിയെ മഹാദേവിയെ ശിവായെ സതതം നമ പ്രകൃതി ഭദ്രായെ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ നിയത പ്രണതാസ്മതാം എന്ന് പറയുന്ന പ്രകൃതിയായിട്ടിരിക്കുന്ന എല്ലാം ഭഗവാനാണ് അല്ലെ. മൃഡനിൽ പ്രിയമായ ശക്തി മൃഡപ്രിയ. ഇപ്പൊ മൃഡ എന്നുള്ള വാക്കിന് തന്നെ നമുക്ക് സന്തോഷം, മാപ്പ്, സ്നേഹപൂർവ്വം എന്നൊക്കെ, ദയാപരം എന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ മൃഡാനി എന്നത് പാർവതി ദേവിയുടെ വേറൊരു നാമാണ്. അപ്പൊ മൃഡാനി പതി ശിവഭഗവാനാണ് അല്ലെ.
അപ്പൊ ഇവര് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ശിവൻ മൃഡൻ പാർവതി ദേവിയോട് ചേരുമ്പോൾ ശിവൻ ഉണ്ടാകുന്ന സാത്വിക അവസ്ഥ, അതാണ് മൃഡൻ. അപ്പൊ പ്രകൃതിയെ പരിലാളനം ചെയ്യുന്ന ഭഗവാന്റെ സാത്വികമായിരിക്കുന്ന ശക്തിയാണ് മൃഡാനി. അപ്പൊ ഭഗവാന്റെ ഇഷ്ണഭക്തി മൃഡപ്രിയ എന്ന് ദേവി അറിയപ്പെടുന്നു. അപ്പൊ എല്ലാം ക്ഷമിക്കുന്നവൾ എന്നർത്ഥം എടുക്കാം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവൾ. ഇതൊക്കെ എടുക്കുമ്പോ ഇത് ഭൂമി ദേവിയാണെന്ന് കാണാം, ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സർവം സഹയായ ഭൂമി, നമ്മുടെ മാതാവാണ് ഭൂമി, നമ്മുടെ പ്രത്യക്ഷ മാതാവാണെന്ന് പറയാൻ കാരണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയാണ്, അല്ലെ? അറിയാതെ തെറ്റ് ചെയ്യുന്ന ക്ഷന്തവ്യമായ തെറ്റുകളെ ക്ഷമിക്കുന്നവൾ. അത് വിവേചിക്കുന്നത് ആത്മജ്ഞാനം കൊണ്ടാണ്. അപ്പൊ ശിവ പാർവതിമാരെന്ന് പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളില് ദക്ഷിണ ഭാരതത്തില് ആ ഒരു കന്തുകഗിരിയിൽ താമസിച്ചിരുന്നുവെന്നും അവിടെ അത്യന്തം സ്വരൂപനായിട്ടിരുന്ന ശിവൻ തന്റെ ഭർത്താവിന്റെ ഈ സ്വരൂപത്തില് അത്യന്തം സന്തോഷിച്ച ദേവി ആ മൃഡപ്രിയ എന്ന നാമത്തിൽ അറിയപ്പെട്ടു എന്നും പറയുന്നു. ഇപ്പൊ കൊല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മുരുടേശ്വർ എന്ന് പറയുന്ന ക്ഷേത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു കന്തുകഗിരിയാണത്. ഇപ്പൊ ശിവ രൂപിയായിരിക്കുന്ന മൃഡേശ്വരനാണ് പിന്നീട് മുരുടേശ്വരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി നോക്കുകയാണെങ്കിൽ ആ പ്രതാപിയായിരിക്കുന്ന രാവണ ചക്രവർത്തി ശിവനിൽ നിന്ന് ലഭിച്ച ലിംഗവുമായിട്ട് ഭൂമാർഗത്തില് കാൽനടയായിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ സമയം ഈ ആത്മലിംഗം കൊടുത്തപ്പോ തന്നെ എന്താ മഹാദേവൻ പറഞ്ഞിരുന്നു, പുഷ്പവിമാനത്തിൽ നിന്ന് ഒന്നും പോകാൻ പാടില്ല, കാൽനടയായിട്ട് തന്നെ പോകണം, ഈ ശിവലിംഗം ഭൂമിയിൽ വയ്ക്കാൻ പാടില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതേസമയം വേഷപ്രച്ഛന്നരായിട്ട് ഗണപതിയും വിഷ്ണു ഭഗവാനും രാവണനെ പിന്തുടർന്നുവെന്നും അവരുടെ ശ്രമഫലമായിട്ട് ആത്മലിംഗം ആ ഒരു ലങ്കയിൽ എത്താതെ ഗോകർണത്തിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നും നമുക്കറിയാം കഥ. ഇതെല്ലാം അറിഞ്ഞ രാവണൻ കോപാന്ധനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗത്തെ പറിച്ചെറിയാനായിട്ട് വിഫലമായിട്ട് ഒരു ശ്രമം നടത്തുകയും അന്നേരം ശിവലിംഗം പൊട്ടിപ്പോവുകയും രാവണൻ അവയെ വലിച്ചെറിയുകയും ചെയ്തു. ഇതിന്റെ തലകഷ്ണം ചെന്ന് വീണത് ആ ഒരു എന്താ പറയാ സൂരജ് വെല്ലിയിലായിരുന്നു. അവിടെ പ്രശസ്തമായിരിക്കുന്ന സദാശിവ ക്ഷേത്രമുണ്ടായി. രാവണൻ അതിന്റെ ചട്ടക്കൂടും മൂടിയും പൊതിഞ്ഞ തുണിയും എല്ലാം തന്നെ പല ഭാഗത്തേക്ക് എറിഞ്ഞു. അവിടെയൊക്കെ പ്രശസ്തമായിരിക്കുന്ന ശിവക്ഷേത്രങ്ങൾ ഉണ്ടായി എന്നും കഥ. അപ്പൊ ചട്ടക്കൂട് വീണത് സജ്ജലേശ്വരത്തിലും അടപ്പ് പതിച്ചത് ഗുണേശ്വരത്തിലും പൊതിഞ്ഞ പട്ട് പതിച്ചത് ആ ഒരു കന്തുകഗിരിയിലുമായിരുന്നു എന്ന് പറയണു. പട്ട് വീണ സ്ഥലത്തെ നമ്മൾ മംഗളമൂർത്തിയായി ശിവൻ വസിക്കുന്നത് കൊണ്ടാണ് അമൃത അത് മൃഡേശ്വരനായിട്ട് മാറിയത്. ഇപ്പൊ കാലാന്തരത്തിൽ അത് മുരുടേശ്വരനായിട്ട് അറിയപ്പെടുന്നു. അപ്പം ദേവിയെ പറയുന്നു മഹാരൂപ, അല്ലെ? മഹത്തായ രൂപത്തോട് കൂടിയവൾ മഹാരൂപ. രൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മുടെ ദേവിയുടെ എന്താ പറയാ സഗുണ ദർശനാണ്, അല്ലെ? ഇപ്പൊ രൂപം എന്ന് പറഞ്ഞാൽ ധാരണ എന്നർത്ഥം. നമുക്ക് രൂപത്തെ കാണുമ്പോഴാണ് അത് എന്താണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ മഹത്തായ രൂപം എന്നുള്ളതിന് മഹത്തായ ധാരണ എന്നർത്ഥം എടുക്കാം. അപ്പൊ അതൊരു എന്താ പറയാ ഒരു സംഗതിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ ആ ഒരു രൂപവുമില്ലാതെ ഒന്നിനും ഇറങ്ങിപ്പുഴപ്പെടരുത് എന്നുള്ളത് മനുഷ്യന് വഴികാട്ടിയാണ്, അല്ലെ? എന്തിനെ കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷമിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ അനർഹമായ ക്ഷമ നൽകിയത് കൊണ്ടാണ് അർജുനന്റെ പുത്രനായ അഭിമന്യുവിനെ നഷ്ടപ്പെട്ടത്. കാരണം പാണ്ഡവരുടെ വനവാസകാലത്ത് സിന്ധുദേശ രാജാവായിരിക്കുന്ന ജയദ്രഥൻ ദ്രൗപദിയെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. തന്റെ സഹോദരിയുടെ പുത്രിയായതുകൊണ്ട് ജീവൻ എടുക്കാതെ തല മുണ്ടനം ചെയ്ത് വിടുകയായിരുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞതാണ് തങ്ങളുടെ സഹോദരിയായ ദുശ്ശളയെയും ഭർത്താവിനെയും വധിക്കേണ്ട എന്ന്. ജയദ്രഥൻ പിന്നെ മഹാദേവനെ കഠിന തപസ്സിലൂടെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും അർജുനനെ വധിക്കാനുള്ള വരമാണ് ചോദിച്ചതെന്നും കഥ. അപ്പൊ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭഗവാൻ വേറൊരു സഹോദരനെ വധിക്കാനുള്ള ആ ഒരു വരം കൊടുത്തു. അങ്ങനെയാണ് മഹായോദ്ധാവായ അർജുന പുത്രനായിരിക്കുന്ന അഭിമന്യുവിന്റെ മരണം. ഇതിന്റെ തത്വം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബൃഹത്തായത് അമ്മയുടെ ഭാവമാണ്. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രകൃതി തന്നെയാണ് മഹാരൂപിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ബ്രഹ്മത്തെ കുറിച്ച് വേദപുരാണങ്ങള് 4 രൂപങ്ങൾ പറയുന്നുണ്ട്. വ്യക്തം, അവ്യക്തം, പുരുഷം, കാലം എന്നിവയാണ് ഇത് 4 ഇവയെല്ലാം പ്രപഞ്ചമാകുന്ന ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ 4 രൂപങ്ങൾക്കും ആധാരമായ ശക്തിവിശേഷമാണ് മഹാരൂപ. മാതൃഭാവമാണത്. അത് എല്ലാ മാതാക്കളും തങ്ങളുടെ ഉദരത്തില് അവ്യക്തമായിട്ടും വ്യക്തമായിട്ടും ഒരു നിശ്ചിത കാലയളവിൽ പുരുഷത്തെ സൂക്ഷിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഇല്ലേ? അപ്പോ അതിനായിട്ട് ആ രൂപം ധരിച്ച വിശ്വജനനി
മറ്റുള്ളവരുടെ ധാരണകൾക്കപ്പുറം ഭക്തന്റെ ഏത് രൂപങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടുന്ന ദേവീ ശക്തി. അങ്ങനെ അനേക രൂപമെടുത്ത ദേവിയുടെ ഏറ്റവും മഹത്തായിരിക്കുന്ന ഭീതി ഉണ്ടാക്കുന്ന അവതാരമാണ് പ്രത്യങ്കിര എന്ന് പറയുന്ന അവതാരം. നമുക്ക് കശിപിന്റെ വധത്തിന് ശേഷം അതേ തമോ ഗുണത്തിലും അത്യന്തം കോപിഷ്ഠനുമായിരിക്കുന്ന മഹാവിഷ്ണു നരസിംഹത്തെ ശാന്തമാക്കാൻ ശിവൻ തന്നെ വീരഭദ്രനെ അയച്ചുവെന്നും നരസിംഹത്തിന്റെ ഉഗ്രഭാവത്തോട് അടുക്കാൻ പറ്റാതെ വീരഭദ്രൻ തിരിച്ചു മടങ്ങിയെന്നും മഹാദേവൻ തന്നെ അതായത് ഒരു ഉഗ്രമായിരിക്കുന്ന മൃഗാകൃതി കൈക്കൊണ്ട് പുറപ്പെട്ടു എന്നും പറയുന്നു. സിംഹത്തിന്റെ മുഖവും പക്ഷിയുടെ ചിറകുകളും മനുഷ്യന്റെ ഉടലുമൊക്കെ വെച്ച് അത്യന്തം വിചിത്രമായിരിക്കുന്ന ശരഭമൂർത്തി ഭാവത്തിലാണ് അദ്ദേഹം പുറപ്പെട്ടത്. പിന്നെ നരസിംഹവും ശരഭവുമായിട്ട് അത്യുഗ്ര പോരാട്ടം നടന്നു. മഹാവിഷ്ണു അതിവിചിത്രമായ ഒരു പക്ഷിയെ സൃഷ്ടിച്ചു. ഗണ്ഡഭേരുണ്ടൻ എന്നാണ്. ആദ്യമൊക്കെ മഹാവിഷ്ണുവിന് വേണ്ടിയും പിന്നീട് തനിക്ക് വേണ്ടിയും പോരാടി. 3 ഘോര ശക്തികൾ നിരന്തരമായി സംഘർഷണത്തിൽ ഏർപ്പെട്ടിരുന്നാൽ ബ്രഹ്മാണ്ടത്തിനാണ് ഹാനി സംഭവിക്കുന്നത്. ഇതറിഞ്ഞ മഹർഷിമാർക്ക് ഭയമായി. അങ്കീരസ് ഒരു പ്രതിഭാങ്കിരൻ എന്ന് 2 മഹർഷിമാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ദേവിയെ ഭജിക്കാൻ തുടങ്ങി. മറ്റു മുനിമാരും ലോകവും അവരോടൊപ്പം ചേർന്നു. അവസാനം അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് വിചിത്ര സിംഹാവതാരം കൈക്കൊണ്ട് പ്രത്യക്ഷമായ ദേവിയുടെ രൂപം ഇങ്ങനെയായിരുന്നു. സിംഹരാജന്റെ സട, ഗാംഭീര്യമുള്ള 4 ശിരസുകള്, സ്ത്രീയുടെ ശരീരം, സിംഹവാഹനം, അത്യന്തം ഭീഷണമായ രൂപത്തെ ദേവകള് പ്രത്യങ്കിര എന്ന് വിളിച്ച് സ്തുതിച്ചു. എന്തുകൊണ്ടാണ് പ്രത്യങ്കിര എന്ന നാമം വന്നതെന്ന് ചോദിച്ചാൽ, പ്രതിഭാങ്കിരൻ എന്ന് പറയുന്ന പ്രതിഭാങ്കിരനും അങ്കീരസും തപസ് ചെയ്ത സങ്കല്പമായതുകൊണ്ട് അവരുടെ പേരുകൾ ചേർത്താണ് ഈ നാമത്തിൽ ദേവി അറിയപ്പെട്ടത്. അപ്പൊ ഒരു പ്രതിഭാങ്കിരന്റെ ഒരു പ്രതിയും അങ്കീരസിൽ നിന്ന് ഒരു അങ്കിരയും ചേർന്ന് അത്യുഗ്രമായിരിക്കുന്ന പ്രത്യങ്കിര ദേവി അവതാരമായി. തുടർന്ന് പ്രത്യങ്കിര ദേവി ശരഭമൂർത്തിക്കും നരസിംഹത്തിനും ഗണ്ഡഭേരുണ്ടനും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അത്യുഗ്രമായിട്ട് അലറി. അലർച്ചയിൽ നിന്ന് ഭയന്ന് യുദ്ധം നിർത്തി തങ്ങളുടെ അസ്തിത്വത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അവരെ പ്രത്യങ്കിര ദേവി അവരെ 3 പേരെയും തന്നിലേക്ക് ലയിപ്പിച്ചു ചേർത്തു. ശിവൻ, വിഷ്ണു, ശക്തി, ഈ 3 ശക്തികളും ചേർന്ന രൂപമാണ് പ്രത്യങ്കിര ദേവി. അപ്പൊ ഒരേ ശക്തി തന്നെ അല്ലെ? എന്താ പറയാ, അതില് 3 ശക്തികൾ ലയിച്ചിരിക്കുകയാണ്. ഭക്തർക്ക് വേണ്ടി മഹാരൂപം ധരിച്ച ദേവിയെ മഹാരൂപ എന്നറിയപ്പെടുകയാണ്. അപ്പൊ താൻ ഏത് രൂപത്തിലാണോ ഈശ്വരനെ ആരാധിക്കുന്നത് ആ രൂപത്തിലേക്ക് ആ ശക്തി നമ്മുടെ മുമ്പിൽ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഓരോ വ്യക്തിക്കും മഹാരൂപമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ദേവിയുടെ വളരെ മനോഹരമായിരിക്കുന്ന നാമമാണ് മഹാരൂപ. അടുത്ത നാമം മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തി, മഹാരഥി, മഹാഭോഗ, മഹേശ്വര്യ, മഹാവീര്യ, മഹാബല. ഇനിയുള്ള നാമങ്ങളെല്ലാം തന്നെ ഇതേപോലെ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള നാമങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മൃഡപ്രിയ, മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ. അപ്പൊ മൃഡപ്രിയ എന്നുള്ളത് നമ്മൾ കണ്ടു, മഹാരൂപ കണ്ടു. അടുത്ത നാമം മഹാപൂജ്യ, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പൂജിക്കപ്പെടുന്നവൾ. മഹാപാതകനാശിനി, ഏറ്റവും വലിയ പാപത്തെയും ശരണം പ്രാപിക്കുമ്പോൾ നശിപ്പിക്കുന്നവൾ. മഹാമായ, അപ്പം ഭാവനകൾക്കപ്പുറം പ്രകൃതി ശക്തിയുള്ളവൾ. മായ എന്ന് പറഞ്ഞാല് സൃഷ്ടിശക്തി, ജഡശക്തി, മൂലപദാർത്ഥം. ഇക്കാണായ സൃഷ്ടി മുഴുവനും വന്നത് ജഡപദാർത്ഥത്തിലാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പോ ഒരു ജന്തു, സസ്യജാലവും മണ്ണും വെള്ളവും വായുവും അഗ്നിയും എല്ലാം ഒരേ ജഡപദാർത്ഥത്തിന്റെ രൂപങ്ങളാണ്. ഈ മൂല ജഡപദാർത്ഥത്തെയാണ് മായ എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. മഹാസത്വ ഗുണത്തിന്റെ ഒരു ശ്രേഷ്ഠ ഭാവമുള്ളവൾ. സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗുണങ്ങളും കർമ്മങ്ങളും സ്വഭാവവും രജോ ഗുണം എന്നറിയപ്പെടുന്നു. ആത്മാവിനെ നീചമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനെ തമസ് എന്ന് പറയുന്നു. ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയി ബ്രഹ്മപ്രാപ്തിയിൽ എത്തിക്കുന്ന ഗുണകർമ്മത്തെ സത്വം എന്ന് പറയുന്നു. ഇത് അതിന്റെ പരമമായിരിക്കുന്ന ഭാവമാണ് ദേവി. മഹാശക്തി അല്ലെ? പരമമായ ശക്തിയായവൾ. അപ്പൊ തനിക്ക് തന്നേക്കാൾ വലിയ ശക്തി വേറെ ഇല്ലാത്തവൾ. മഹാരഥി, പരമമായ ആനന്ദമായവൾ. രതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, 2 ചേരുമ്പോൾ, 2ലോ അതിലധികമോ കൂടിച്ചേരുമ്പോഴുള്ള ആനന്ദം. അപ്പോ മഹാപൂജ്യ, നമുക്ക് ആ നാമം നോക്കാം. മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ. അപ്പോ
പൂജ്യന്മാരായിരിക്കുന്ന ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയവരാൽ പൂജിക്കപ്പെടുന്നവൾ മഹാപൂജ്യ. മഹത്തായ പൂജ അർഹിക്കുന്നവൾ എന്നെടുക്കാം. ദേവിയെ ആരാധിക്കുന്ന രീതി നിരവധിയാണ്. പലതരത്തിലുള്ള വിഗ്രഹങ്ങള്, ശ്രീചക്രം തുടങ്ങിയ യന്ത്രങ്ങളില് നടത്തുന്ന പൂജയെ നമ്മൾ ബാഹ്യപൂജ എന്ന് പറയുന്നുണ്ട്. യോഗശാസ്ത്രി വിധി പ്രകാരം കുണ്ടലിനി ശക്തിയെ ഉണർത്തി ചെയ്യുന്നത് ആഭ്യന്തര പൂജ. ഇതിനൊക്കെ സമ്പ്രദായ ഭേദങ്ങളുണ്ട്. യാഗാദി കർമ്മങ്ങൾ ദേവീ പ്രതീകങ്ങളായിട്ട് പലതും ആചാര്യന്മാരെ നിർദ്ദേശിക്കുന്നുണ്ട്. ദേവീപരമായിരിക്കുന്ന മന്ത്രങ്ങൾ കോടിക്കണക്കിന് ഋഷിമാര് ദർശിച്ച് ലോക ഉപകാരാർത്ഥം പ്രചരിപ്പിച്ചിട്ടുണ്ട്. രുചിഭേദവും കർമ്മഭേദവും ഗുരുനിർദ്ദേശവും അനുസരിച്ച് ഭാഗ്യവാന്മാരും വിവേകികളുമായിരിക്കുന്ന ഉപാസകര് പല തരത്തില് ദേവിയെ പൂജിക്കുന്നുണ്ട്. ഉപാസകരുടെ കൂട്ടത്തില് അഗസ്ത്യാദികളായിരിക്കുന്ന മഹർഷിമാരും ദേവന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആദികളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ട്, പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ജഗദംബ മഹാപൂജിയായിട്ട് വർത്തിക്കുന്നു. മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവളാണ് ദേവി. ലൗകിക ജീവിതത്തിന്റെ നൂലാമാലങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന വ്യക്തി അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തു പോകും, ഇല്ലേ? എല്ലാ കർമ്മങ്ങൾക്കും ഫലം അനിവാര്യമാണ്. എന്നാൽ ധർമ്മനിഷ്ഠയോടുകൂടി ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്ക് പാപങ്ങൾ ഉണ്ടാകാം. പാപഫലങ്ങള് കാലം കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാന് ദേവി സ്മരണം മാത്രം മതി. അപ്പോ കൃതസ്യാഖില പാപസ്യ ജ്ഞാനദോ വാപി പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തിയെ പദസ്മൃതി എന്ന് ബ്രഹ്മാണ്ഡ പുരാണം പറയുന്നുണ്ട്. ഇതെന്നും ജപിക്കുന്നത് വളരെ നല്ലതാണ്. കൃതസ്യാഖില പാപസ്യ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സകല പാപങ്ങളും, ഞാൻ ചെയ്ത സകല പാപങ്ങളും, ജ്ഞാനതോ അജ്ഞാനതോ വാപി, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത്. പ്രായശ്ചിത്തം പരം പ്രോക്തം, അതിന് പ്രായശ്ചിത്തമായിട്ട് എന്താ വേണ്ടത്? പരാശക്തിയെ പദസ്മൃതി, പരാശക്തിയുടെ പാദസ്മരണം, ഇല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്ന പദം ഒരു പ്രാവശ്യം ഉരുവിട്ടാ മതി, നമുക്ക് ഈ പാപങ്ങളെല്ലാം ഇല്ലാതായിട്ട് തീരുന്നു. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുകയാണ്. തന്റെ ഉപാസകരെ പാപകർമ്മങ്ങൾ ചെയ്യാതെ ദേവി തന്നെ രക്ഷിച്ചു കൊള്ളുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മഹത്തായിട്ട് മായാരൂപമുള്ളവളാണ് ദേവി. ദൃശ്യവും അദൃശ്യവുമായിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കളും അവയുടെ പ്രവർത്തനങ്ങളും ദേവിയുടെ മായ മാത്രാണ്. നമ്മൾ സത്യമെന്ന് കരുതുന്ന ഈ നാനാരൂപ പ്രപഞ്ചം എല്ലാം തന്നെ ദേവിയുടെ വെറും ഒരു ലീലയാണ്, മായയാണ്. ഇപ്പൊ സനാതനമായ സത്യം എന്ന് പറയുന്നത് പരാശക്തി ഒന്നേ ഉള്ളൂ, അല്ലേ? സർവം ഖൽവിതം ഏവാഹം നാന്യദസ്തി സനാതനം. ആ ഒരു പ്രളയത്തിന് ശേഷം ആലിലയില് മുകുന്ദാഷ്ടകത്തില് ഭഗവാൻ തന്റെ വിരല് കടിച്ച് കിടന്നപ്പോ അശരീരി കേട്ടതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ ചോദിക്കണോ, ആരാണ് ഇത്? ഞാൻ ആരാണ്? ഞാൻ ഇത് എവിടെയാണ് കിടക്കുന്നത്? കൊച്ചാലിലയില് കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ. അപ്പൊ അശരീരി കേൾക്കുകയാണ്, സർവം ഖലുവിധം ഏവാഹം, ഞാൻ തന്നെയാണ്, മൂലപ്രകൃതിയായിരിക്കണ മഹാദേവി തന്നെയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അത് മാത്രമാണ് സനാതനം, നാശമില്ലാത്തത്. അപ്പൊ മായയുടെ സ്വാധീനം കൊണ്ടാണ് നമുക്ക് ഈ പലതായിട്ട് ഉണ്ടായതും നിലനിൽക്കുന്നതുമായിട്ട് തോന്നുന്നത്, ഇല്ലേ? ഈ സത്യം അറിയാവുന്ന മഹാജ്ഞാനികളായിരിക്കുന്ന ഋഷിമാര് പോലും മായയുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നു. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സ ചരാചരം സൈഷ പ്രസന്ന വരദ നൃണാം ഭവതി മുക്തയെ സാ വിദ്യ പരമാമുക്തിർ ഹേതുഭൂത സനാതനി സംസാര ബന്ധു ഹേതുശ്ച സർവേശ്വരി. നമ്മൾ എന്നും വായിക്കുന്ന ദേവി മഹാത്മ്യത്തിൽ വളരെ നന്നായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്, അല്ലേ? ആ ദേവി മഹാമായ ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായിട്ട് ആകർഷിച്ച് മോഹവശത്താക്കുന്നു. 3 ലോകങ്ങളും അതിലുള്ള സകല ചരാചരങ്ങളും ആ മായയാൽ ഉൽപ്പാദിക്കപ്പെടുന്നു. ബന്ധഹേതുവായിരിക്കുന്ന ആ മായ തന്നെ പ്രസന്നയാകുമ്പോൾ മനുഷ്യർക്ക് മുക്തി നൽകുന്ന വരതയായിട്ട് ഭവിക്കുന്നു. വിദ്യാരൂപിണിയും സനാതനിയുമായിരിക്കുന്ന മായ തന്നെയാണ് മുക്തിക്ക് ഹേതുഭൂതയാകുന്നത്. ആ സർവേശ്വരന്റെയും ഈശ്വരിയായിരിക്കുന്ന മായ തന്നെ സംസാര ബന്ധത്തിനും ഹേതമാകുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനില്ല, അല്ലേ? അപ്പൊ കാളികാ പുരാണത്തിൽ പറയുന്നു, മായാ പ്രവർത്തനം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പ്രസൂതി മാരുതനാൽ പ്രേരിതമായിട്ട് ശിശു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി ജ്ഞാനം നശിക്കുന്നു. പൂർവ്വ സംസ്കാരജന്യമായിരിക്കുന്ന വാസനകൾക്കനുസരിച്ച് ആഹാരാദികളിൽ തുടങ്ങി മോഹവും മമതയും ഉണ്ടാകുന്നു. ക്രമേണ ആ കാമക്രോധ ലോപാദികളിൽ മുഴുകുന്നു. വളരുന്നതോടുകൂടി കാമവും രംഗത്ത് കടന്നു വരുന്നു. ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു.
ചിന്തായുക്തനായിട്ട് തീരുന്നു, സന്തോഷവും വ്യസനവും അനുഭവിക്കുന്നതായിട്ട് കരുതുന്നു. ഇതെല്ലാം തന്നെ ജഗദീശ്വരിയായിരിക്കുന്ന മഹാമായയുടെ പ്രവർത്തനങ്ങളാണ്. മായ എന്ന പദത്തിന് കൃപ എന്ന അർത്ഥമുണ്ട്. മായ ശരിക്കും പറഞ്ഞ മായാദംഭേ കൃപയാം ച. കാരണം ആ ഒരു മഹത്തായിട്ട് കൃപയുള്ളവളാണ് ദേവി. അപ്പൊ ആ ദേവി വിചാരിച്ചാൽ മതി നമ്മുടെ ഈ മായ മാറാൻ, അല്ലേ? അപ്പൊ കൃപാ ബഹുലമാണ്, ഇല്ലേ? സൗഭാഗ്യ ഭാസ്കരൻ പറയുന്നു അമ്മയെ പോലെ കൃപയുള്ളതായിട്ട് ആരുമില്ല. അപ്പൊ ദേവി എന്തിനാണ് ഇങ്ങനെ മായ വെച്ചിരിക്കുന്നത്? കാരണം ഈ മായ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു സത്യത്തെ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ മായക്ക് ഇത്രയും ശക്തിയായിട്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ മഹാരൂപത്തോട് കൂടിയവൾ മഹാരൂപ എന്ന് നമ്മൾ കണ്ടു. കാരണം ആ ഒരു ധാരണ, രൂപം എന്നാൽ ധാരണ എന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? എത്ര ആ ഒരു പെട്ടെന്ന് നമുക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ മനുഷ്യന് വഴികാട്ടിയാണ്, നമുക്കൊരു രൂപം വേണം. അപ്പോ അത് നമ്മൾ കണ്ടു. ഈ പറഞ്ഞ എന്താ പറയാ, ആ ദേവി നമ്മുടെ ആ ഒരു പ്രത്യങ്കിര രൂപം നമ്മൾ കണ്ടു. മഹാപൂജ്യയാണ് ദേവി, മഹത്തായിട്ട് പൂജിക്കപ്പെടേണ്ട ശക്തിയാണ് അമ്മ. അപ്പൊ മഹത്തായിട്ട് പൂജിക്കപ്പെടുന്ന ദേവിയാണ് മഹാപൂജ. ഒരു വ്യക്തി മഹത്തായ പൂജയ്ക്ക് അർഹത നേടുന്നത് സ്വയം മഹത്തായ പൂജകൾ ചെയ്യുന്നത് കൊണ്ടാണ്. രണ്ടും പൂജയാണ്, ഇല്ലേ? അന്തരംഗവും ബഹിരംഗവും. അന്തരംഗ പൂജയുടെ ബഹിർസ്ഫുരണമാണ് ബഹിരംഗ പൂജ. ഒരാളുടെ പൂജ അയാളുടെ കർമ്മങ്ങളാണ്. അപ്പൊ അതിന്റെ വൃത്തിക്കും ശ്രദ്ധയ്ക്കും വേണ്ടിയിട്ടാണ് പ്രതീകാത്മകങ്ങളായിട്ടുള്ള മറ്റു പൂജകളെല്ലാം തന്നെ. അങ്ങനെ മഹാരൂപിയായിരിക്കുന്ന ദേവി മഹാപൂജ്യയാണ്. തന്റെ കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിച്ചിട്ടാണ് ആ പൂജകൾ ചെയ്യേണ്ടത്. സ്വകർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാത്ത വ്യക്തി എന്ത് പൂജ ചെയ്താലും ശ്രേഷ്ഠത കൈവരുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് കർമ്മങ്ങള് ആ ഒരു എന്താ പറയാ നെഗറ്റീവായിട്ട് വരികയും ചെയ്യും. കർമ്മങ്ങളെ തന്നെ മഹത്തായിട്ട് പൂജയായി കണ്ട് എല്ലാ മഹത് ശക്തിയിൽ സമർപ്പിച്ചു വേണം നമ്മൾ ദിവസവും മുന്നോട്ടുള്ള യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് ദേവി ഉപാസകര്. കൗശികി മുനിയുടെ കഥ നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൽ ഈ കട നടന്നത് ത്രേതായുഗത്തിലാണ്. തപസ്സിനായി വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്ന കൗശികൻ എന്നുള്ള യുവാവ് തന്റെ പ്രായമായ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് തപസ്സിന് പോയി എന്നും, അങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് അദ്ദേഹത്തെ ഒരു ചക്രവാക പക്ഷിയുടെ ശബ്ദം ഉണർത്തി. ക്രോധത്താൽ പക്ഷിയെ നോക്കി. തക്ഷണം പക്ഷി മരിച്ചു വീണു. പക്ഷി മരിച്ചത് തന്റെ യോഗശക്തിയിലാണെന്ന് കൗശികൻ തെറ്റിദ്ധരിച്ചു. താൻ യോഗിയായി എന്ന് വിചാരിച്ച് ഇദ്ദേഹം എന്താ പറയാ ആ ഒരു ഭിക്ഷുവായിട്ട് ദേശങ്ങൾ തോറും സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള യാത്രയിലെ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് അവരുടെ സഹോദരനായിരിക്കുന്ന വ്യാധൻ എന്ന ഇറച്ചിവെട്ടുകാരനിൽ നിന്നും ധർമാചരണം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുതന്നെയാണ് ഉയർന്ന തപസ്സെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് ധ്യാനത്തിലൂടെ തന്റെ കർമ്മങ്ങളെ അറിഞ്ഞ് തന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ മഹാനായ ഋഷിയായിട്ട് മാറി. ഈ കഥയാണ് വ്യാധഗീത എന്ന് പ്രസിദ്ധമായത്. ഇപ്പൊ വിശ്വാമിത്രനും കൗശികൻ എന്നൊരു പേരുണ്ട്. ഇത് അതല്ല, ഇത് വേറെ കൗശിക മുനിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തന്റെ കർമ്മങ്ങളെ ആദരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദേവി മഹാപൂജ്യ. ആ ദേവിയുടെ ഭക്തന്മാരും മഹാപൂജ്യകളാണ്. സർവസംഘ പരിത്യാഗിയായ ഋഷിമുനിമാരും ധനത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന കുബേരനും പൂജിക്കുന്നത് ഒരേ ദേവിയാണ്. ഓരോരുത്തരും ആ ഒരു ത്രിമൂർത്തികളും തങ്ങളുടെ കർമ്മങ്ങളെ ഭംഗിയായി നിർബാധം ചെയ്യാനാണ് ദേവിയെ പൂജിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ ആരാധിക്കുന്ന ദേവി സമസ്ത ജീവജാലങ്ങളുടെയും ആരാധനാമൂർത്തി തന്നെയാണ്. ഈ ദേവിയാണ് എല്ലാവരുടെയും മനോമുകുരത്തില് കാമനകള് പൂർത്തീകരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ദേവി ശുദ്ധമായ ആത്മാവായ ദേവി ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. അമ്മയിലേക്ക് നമ്മൾ തിരിയണം, ഇല്ലേ? പുറത്തുള്ള ആരാധനകളെല്ലാം തന്നെ അന്തരംഗ സാധനങ്ങളായിട്ട് മാറ്റണം. ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മനസ്സ് അതിൽ നിന്ന് വിട്ടുമാറുമ്പോൾ മാത്രമാണ് ആത്മദർശനം ഉണ്ടാകുന്നത്. പുറമേ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, അല്ലേ? പുറമേയുള്ള വസ്തുക്കളിൽ നിന്ന് തിരിഞ്ഞ് ആത്മാവിനെ അറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അവൻ പൂജ്യനായിട്ട് തീരും. അവനെ തന്നെ അറിഞ്ഞു മറ്റുള്ളവരാൽ പൂജിക്കപ്പെടും, അല്ലെ? ആത്മവിദ്യ ശ്രീവിദ്യ. എന്താണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്? ആത്മാവിനെ അറിയാനുള്ള ഉപാധിയാണ് ആത്മവിദ്യ. അപ്പൊ നമ്മുടെ തന്നെ ജ്യോതിസിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അത് തന്നെയാണ് ഏറ്റവും ഉയർന്ന മഹാദേവി പൂജ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവി മഹാപാതക നാശിനി, മഹാപാതകങ്ങളെ നശിപ്പിക്കുന്ന, മഹാപാതകം ഇല്ലാതാക്കുന്നവൾ. ഇനി മഹാപാതകങ്ങളിൽ നിന്ന് വിലക്കുന്നവൾ എന്ന് പറയാം. താൻ ചെയ്തു പോയ മഹാപാതകങ്ങളെ എല്ലാം തന്നെ
എങ്ങനെയാണ് ദേവി അതിൽ നിന്ന് മുക്തി തരുന്നത്? ആദ്യം പാതകങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കണം. എങ്ങനെയാണ് അവ ഉണ്ടാകുന്നത്? നമ്മുടെ പാപപുണ്യങ്ങളെല്ലാം തന്നെ കുടുംബത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പഞ്ചസൂനങ്ങൾ കൊണ്ട് പഞ്ചപാപം ചെയ്യുന്നവരാണ് പാപികള്. പഞ്ചസൂനങ്ങൾ അടുപ്പ്, അമ്മി, ചൂല്, പാചകം, സഞ്ചാരം ഇവ മൂലം ചെയ്യുന്നത് സഞ്ചാരം. അഗ്നി, ജലം, യന്ത്രം, പ്രവൃത്തി, ചലനം എന്നെടുക്കാം. കാരണം അമ്മിയൊന്നും ഇപ്പൊ ഇല്ല അല്ലെ? ഒരു മനുഷ്യായുസ്സിൽ ഇവയുടെ ഉപയോഗം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ചെയ്യുമ്പോൾ അറിയാതെ പല ഹിംസകളും സംഭവിക്കുന്നു. അതിനെ മഹാപാതകങ്ങൾ എന്ന് പറയും. അപ്പൊ നമ്മൾ നിസാരമാക്കി കളയുന്ന ജീവന്റെ വില അത് സൃഷ്ടിച്ച ദേവിക്ക് വളരെ വലുതാണ്. നമ്മൾ നമ്മുടെ ജീവൻ എത്ര പ്രാധാന്യമാണോ കൊടുക്കുന്നത് അത്രയും പ്രാധാന്യം അവയ്ക്കും ഉണ്ട്. അപ്പൊ നമ്മുടെ സുഖ ജീവിതത്തിന് വേണ്ടി അനേകം പ്രാണികളെ നമ്മൾ അറിഞ്ഞും അറിയാതെ ഹിംസിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്ത മനുഷ്യൻ ആ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ധർമ്മവും സത്കർമ്മങ്ങളും സദാ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. ആ അധർമ്മിയായിരിക്കുന്ന ദുര്യോധനന്റെ കൂടെ നിന്ന കർണൻ താൻ ചെയ്യുന്നത് ധർമ്മമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് സദാ ദാനങ്ങളിൽ ഏർപ്പെട്ട കാര്യം നമുക്കറിയാം അല്ലേ? പുണ്യങ്ങള് സദാ സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പുണ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം എന്ന് പറയുന്നത് ദാനങ്ങളാണ്. ദേവി ഉപാസകരുടെ ഹിംസകളെ ദേവി ഇല്ലാതാക്കുന്നു. ഇനി ഘോരമായിരിക്കുന്ന പാതകങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നതും ദേവി തന്നെയാണ്. ഇനി മഹാപാതകങ്ങളിൽ നിന്ന് വിലക്കുന്നവളാണ് ദേവി എന്നൊരർത്ഥം എടുക്കാം. ബ്രഹ്മഹത്യ, കളവ്, മദ്യസേവ, ഗുരുഭഗ്നി ഗമനം എന്നിവ ചെയ്യുന്നവരും ഇതിന് കൂട്ടുനിൽക്കുന്നവരും മഹാപാതകങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ മഹാപാതകങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹത്തിലും പരത്തിലും മുക്തിയില്ല. എന്നാൽ മഹാദേവിയെ ഭജിക്കുന്നവർക്ക്, പ്രകൃതി ശക്തികളെ ആദരിക്കുന്നവര് എല്ലാം മഹാപാതകങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരിക്കും. ആ ചിന്ത പോലും അവരിൽ വരില്ല. മാത്രമല്ല ആ ചിന്തയുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നത് സാക്ഷാൽ മഹാദേവി തന്നെയാണ്. മഹാപാതകങ്ങളിൽ നിന്നുള്ള സത്വഗുണികളായവർക്ക് ദേവി പാദങ്ങളെ ആശ്രയിക്കാം. അപ്പൊ ദേവി എങ്ങനെയാ ദേവി നമ്മളില് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്? മഹത്തായിട്ടുള്ള ശക്തി ഏതോ ഒന്ന്, അത് മഹാമായ. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുന്നതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് അല്ലെ? മാത്രമല്ല തട്ടിപ്പ്, ശല്യം, ക്രൂരത, ഭയം, ആ ഒരു ജ്ഞാനം, മിഥ്യാബോധം, ജാലം, ഇങ്ങനെയുള്ള നിരവധി അർത്ഥങ്ങളുണ്ട് ഇതിന്. മനുഷ്യ ശരീരത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ശരീരത്തിന്റെ അധിപ കൂടിയാണ് നമ്മൾ ആരാധിക്കുന്ന മഹാദേവി. അപ്പൊ ഇല്ലാത്തത് എന്തിനേയും ആ ഒരു പ്രത്യക്ഷീകൃതമായിട്ട് കാണിക്കുന്ന ശക്തി എന്ന് ഒറ്റ വാക്കിൽ പറയാം. അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ, എൻ്റെ, എനിക്കുള്ളത്. എല്ലാവരും എല്ലാ ഭാഷയിലും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ മാത്രമായിട്ട് അവകാശം പറയാൻ സാധിക്കുമോ എന്ന് നോക്കണം. അപ്പൊ നമ്മളെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ചിന്തകൾ നമ്മളെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? നമ്മളിലുള്ള ആ ഒരു ഭാണ്ഡം ഇല്ലേ, അല്ലെങ്കിൽ ദണ്ഡം, ജന്മനായുള്ള അവിദ്യ, അജ്ഞാനം, ആണവമലം, ഇതൊക്കെ തന്നെ ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് അല്ലെ? ഈ ഭണ്ഡം അതായത് ഭാണ്ഡം കാരണമാണ് ഈ വക ചിന്തകളിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ചിന്തകളിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നേ ഇല്ല. ഇപ്പൊ വേദം നൽകുന്ന ഉദാഹരണങ്ങള് കയറിലെ പാമ്പിനെ കാണുക ഇല്ലേ, മരുഭൂമിയിലെ മിറാഷ് ഇല്ലേ, മരുപ്പച്ച, ജലപ്രതീതി, ഇതെല്ലാം തന്നെ മിഥ്യയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിദ്യ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇല്ലേ? അപ്പൊ വെളിച്ചത്തില് പാമ്പല്ല കയറാണെന്ന് കാണാം. കാനൽ ജലം ഇല്ല എന്നും ജ്ഞാനം എന്ന അറിവ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ജീവൻ ഈ ശരീരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അജ്ഞാന പ്രതീതിയാണ് മായ എന്ന് പറയുന്നത്. വേദാന്ത പ്രകാരം നിത്യമായ ബ്രഹ്മത്തിന് മാത്രമേ അസ്തിത്വമുള്ളൂ. ആ ഒരു ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ ജന്മന അന്ധനായിരിക്കുന്ന ഒരാള് പ്രപഞ്ചത്തെ കാണുന്നേ ഇല്ല, ശബ്ദത്തിലൂടെ മാത്രം അറിയുന്നു. ഇനി അത് എന്താ പറയാ, അന്ധനും ബധിരനുമായിട്ട് ഒരാള് സ്പർശനത്തിലൂടെ മാത്രം അറിയണു. അയാൾ അറിയുന്ന ലോകം മറ്റുള്ളവരുടെ ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. ഈ പ്രപഞ്ചവും അനേക കോടി ഗ്രഹ നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നത് നമ്മുടെ ചിത്ത് കൊണ്ടാണ് അല്ലെ? നമ്മളിൽ ചിത് ശക്തി ഉള്ളത് കൊണ്ടാണ്. ആ ചിത്തിനെ അറിയാതെ നാം മറ്റെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതിനെ എന്തൊക്കെ അറിയുന്നു, ഇതെല്ലാം അറിഞ്ഞാലും ചിത്തിനെ അറിയാതെ ദേവിയെ അറിയാൻ സാധ്യമല്ല. ഇതാണ് മായ. അപ്പൊ എന്നാൽ കാണുന്നതെല്ലാം സത്തും അസത്തുമാണ് അല്ലേ? നോക്കുന്നവന്റെ ചിന്തകളെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മായയ്ക്ക് ജ്ഞാനമെന്നും ജാലമെന്നും ഒക്കെ അർത്ഥം കൊടുക്കുന്നത്. കാരണം ഒരു മെജിഷ്യൻ സ്റ്റേജിൽ കാണിക്കുന്നതിനെ നമ്മൾ മായ ജാലം എന്ന് പറയാറുണ്ട് അല്ലേ? ദേവി ഭാഗവതത്തിലെ മായയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്.
നിഗമാദികളിൽ പേരുണ്ട് അവൾക്ക്. പല മട്ടിലും ദൃശ്യത്വത്താൽ ജഡം, ജ്ഞാനത്താൽ അത് മിഥ്യ. കാരണം ചൈതന്യം എന്നത് അദൃശ്യമാണ്. ആ ദൃശ്യത്തെ കാണണമെങ്കിൽ ജഡത്തെ കാണണം. അതുപോലെ ജ്ഞാനത്താൽ മാത്രമേ നമുക്ക് മിഥ്യയെ അറിയാൻ സാധിക്കുന്നുള്ളൂ. മായയ്ക്ക് വേദത്തിൽ പല പേരുകളുണ്ട്. സത്യം പ്രകാശവും മായ വിമർശവുമാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനെയും സൃഷ്ടിച്ച് അവയ്ക്ക് ഓരോ ലോകം കൊടുക്കുന്ന ഈശ്വരി കൃപാലു മാത്രമല്ല, ആ ഒരു ഇന്ദ്രജാലം കാട്ടുന്നവളാണെന്ന് പറയുന്നു. നമുക്ക് ചുറ്റുമുള്ളതും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, ഇല്ലേ? അതിനപ്പുറം എന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരു പർവ്വതത്തിന്റെ മുകളിൽ എന്താണെന്നോ, സമുദ്രത്തിന്റെ ആ അന്തർഭാഗം എങ്ങനെ ഇരിക്കുമെന്നോ, ഈ പറയുന്ന ഒരു എന്താ പറയാ ആകാശം എന്ന് പറയുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വസ്തുക്കളാണ് ഇവയെല്ലാം തന്നെ. ഇപ്പൊ ആ സൃഷ്ടിക്ക് സ്ഥിതിയെ അറിയില്ല, സംഹാരവും. അതുപോലെ സ്ഥിതിക്ക് സൃഷ്ടിയും സംഹാരവും അറിയുന്നില്ല. അതുകൊണ്ട് ആ അവരവർക്ക് വരങ്ങൾ കൊടുക്കുമ്പോൾ ചിന്തിക്കാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ ബ്രഹ്മാദികളാൽ പോലും വിളങ്ങുന്ന മായയെന്നും മഹാമായയെന്നും പറയുന്നു. അപ്പൊ ഈശ്വരന്മാര് പോലും മായയിൽപ്പെട്ട് ഉഴലാറുണ്ട്. ആ അനസൂയ ദേവി ഇല്ലാത്തത് ഉണ്ടോ എന്ന് തെറ്റിദ്ധരിക്കുകയും ആ ഒരു മറയ്ക്കുകയും ചെയ്യുന്നത് മൂലമാണ് ആ അപരാപ്രകൃതിയെ അതിക്രമിച്ചാൽ ഈ മായയെ തോൽപ്പിച്ചാൽ പിന്നെ പരയിൽ എത്താം. ഇത് എളുപ്പമല്ല. മായയെ തോൽപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ദേവർഷി നാരദൻ പോലും മായയിൽപ്പെട്ട് ഉഴന്നിട്ടുണ്ട്. ആ ഒരു സാധനയും മേധാശക്തിയുമുള്ള ആ ഒരു ജീവശരീരം സ്വീകരിച്ച ഒരാളിന് മാത്രമേ മായയെ അതിക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണമായിട്ട് ദേവി പാദങ്ങളിൽ തന്നെ നമ്മൾ ശരണാഗതി ചെയ്യണം. അറിവിന് മാത്രം, അറിവില് മേരെ അറിഞ്ഞവൻ തൻ ഉരുവിലും പുറത്തും ഉജ്ജ്വലിക്കും. കരുവിനെ കണ്ണുകൾ അഞ്ചു മടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിയിടണം. ഒരാൾക്ക് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ മായയെ അതിക്രമിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? 5 ഇന്ദ്രിയങ്ങളെ അടക്കി നമ്മൾ ഉള്ളിലോട്ട് സദാ ഈ അറിവുകളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അറിഞ്ഞ കരു, നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിനെ ശരണാഗതി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ മായയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആത്മജ്ഞാനം, ഒരാൾക്ക് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ മായയെ അതിക്രമിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാൻ കാരണം, ജീവിതം മായ എന്താ പറയാ മഹാമായയുടെ പാദങ്ങളിൽ, ഇല്ലേ? ആ ഒരു മായാരൂപിണിയും മായയെ അതിക്രമിച്ച് നിൽക്കുന്നതുമായിരിക്കുന്ന മഹാമായ സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബിയുടെ പാദപത്മങ്ങളിൽ ശരണാഗതി ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ശരണാഗതി ചെയ്തുകൊണ്ട് നമുക്കും ഈ മായയെ കടന്ന് യഥാർത്ഥ സ്വസ്വരൂപ ദർശനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും നാമങ്ങൾ മഹാ തുടങ്ങിയതുകൊണ്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് ഈ അടുത്ത നാമങ്ങളെ പരിശോധിക്കാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.